ഹരി ഓം ഹരി ഓം. നാരായണ നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം കാത്യായനീ വ്രതം എന്നുള്ള ഭാഗം കഴിഞ്ഞു. ഗോപീ വസ്ത്രാപഹാരണം അതും കഴിഞ്ഞു. ഇനിയുള്ളത് വിപ്രപത്നി അനുഗ്രഹം എന്നുള്ള ലീലയാണ്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകും. എന്തായാലും നമുക്ക് 22-ാം അധ്യായം വായിക്കാം. 22-ാം അധ്യായം മുഴുവൻ വായിച്ചിട്ട് നമുക്കടുത്ത അവസാന ഭാഗം അധ്യായത്തിൽ കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 22-തമോऽധ്യായः. ശ്രീശുക ഉവാച. ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജകുമാരികാः ചേരുർഹവിഷ്യം ഭുഞ്ജാനാः കാത്യായന്യർച്ചനവ്രതം ആപ്ലുത്യാംബസി കാളിന്ദ്യാः ജലാന്തയചോദിതേ അരുണേ കൃത്വാ പ്രതികൃതിം ദേവീം ആനർച്ചുരു നൃപസൈകതീം. ഗന്ധൈർമാല്യൈ സുരഭിഭിഃ ബലിഭിർധൂപദീപകൈഃ ഉച്ഛ്രാവചൈശ്ചോപഹാരൈഃ പ്രവാളഫലതണ്ഡുലൈഃ കാത്യായനി മഹാമായേ മഹായോഗിന്യദീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യദീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യദീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. ഇതി മന്ത്രം ജപന്ത്യസ്താഃ പൂജാം ചക്രുഃ കുമാരികാഃ. ഏവം മാസം വ്രതം ചേരുഃ കുമാര്യഃ കൃഷ്ണചേതസഃ ഭദ്രകാളീം സമാനർച്ചുഃ ഭൂയാനന്ദസുതഃ പതിഃ. ഉഷസ്യുത്ഥായ ഗോത്രൈഃ സ്വൈഃ അന്യോന്യാബദ്ധബാഹവഃ കൃഷ്ണമുച്ചൈർജഗുർയാന്ത്യഃ കാളിന്ദ്യാം സ്നാതുമന്വഹം. നദ്യാം കദാചിദാഗത്യ തീരെ നിക്ഷിപ്യ പൂർവവത് വാസാംസി കൃഷ്ണം ഗായന്ത്യോ വിചക്രുഃ സലിലേ മുദാ. ഭഗവാൻ തദഭിപ്രേത്യ കൃഷ്ണോ യോഗേശ്വരേശ്വരഃ വയസ്യൈരാവൃതസ്തത്ര ഗതസ്തത്കർമ്മസിദ്ധയേ. താസാം വാസാംസ്യുപാദായ നീപമാരുഹ്യ സത്വരഃ ഹസദ്ഭിഃ പ്രഹസൻ ബാലൈഃ പരിഹാസം ഉവാചഃ. അത്രാഗത്യാബലാഃ കാമം സ്വം സ്വം വാസഃ പ്രഗൃഹ്യതാം സത്യം ബ്രവാണിനോ നർമ്മ യദ്യൂയം വ്രതകർഷിതാഃ. നമയോദിതപൂർവം വാ അനൃതം തദിമേ വിദുഃ
ഏകൈകശഃ പ്രതീച്ഛധ്വം സഹൈവോദ സുമധ്യമാഃ തസ്യ തക്ഷ്വേളിദം ദൃഷ്ട്വാ ഗോപ്യഃ പ്രേമ പരിപ്ലുതാഃ വ്രീഡിതാഃ പ്രേക്ഷ്യ ചാന്യോന്യം ജാതഃ സാ ന നിര്യയുഃ ഏവം ബ്രുവതി ഗോവിന്ദേ നർമ്മണാ ക്ഷിപ്തചേതസഃ ആകണ്ഡമഘ്നാ ശീതോദേ വേപമാനാസ്തമബ്രുവन् മാനയംഭോ കൃതാസ്ത്വം തു നന്ദഗോപസുതം പ്രിയം ജാനീമോംഗവ്രജശ്ലാഘ്യം ദേഹി വാസാംസി വേപിതാഃ ശ്യാമസുന്ദരത്തെ ദാസ്യഃ കരവാമതവോദിതം ദേഹി വാസാംസി ധർമ്മജ്ഞ നോ ചേദ്രാജ്ഞേ ബ്രുവാമഹേ. ശ്രീഭഗവാനുവാച ഭവത്യോ യദി മേ ദാസ്യോ മയോക്തം വാ കരിഷ്യഥ അത്ര ആഗത്യ സ്വവാസാംസി പ്രതീച്ഛന്തു ശുചിസ്മിതാഃ തതോ ജലാശയാത് സർവാ ദാരികാ ശീതവേപിതാഃ പാണിഭ്യാം യോനിമാച്ഛാദ്യ പ്രോക്തേരുശീതകർഷിതാഃ. ഭഗവാൻ ആഹതാവീക്ഷ്യ ശുദ്ധഭാവപ്രസാദിതഃ സ്കന്ധേ നിധായ വാസാംസി പ്രീതഃ പ്രോവാച സസ്മിതം യൂയം വിവസ്ത്രായ തപോ ധൃതവ്രതാഃ വ്യഗാഹതൈതത്തതു ദേവഹേളനം ബദ്ധ്വാഞ്ജലിം മൂർധ്നി അപനുത്തയം ഹസഃ കൃത്വാ നമോധോ വസനം പ്രഗൃഹ്യതാം. ഇത്യച്യുതേനാഭിഹിതാ വ്രജാബലാഃ മത്വാ വിവസ്ത്രാ പ്ലവനം വ്രതച്യുതിം തൽപൂർത്തികാമാസ്തദശേഷകർമ്മണാം സാക്ഷാത്കൃതം നേമുരവദ്യമൃഗ്യതാ യതഃ. താസ്തദാവനതാ ദൃഷ്ട്വാ ഭഗവാൻ ദേവകീസുതഃ വാസാംസി താഭ്യഃ പ്രായച്ഛത് കരുണസ്തേന തോഷിതഃ. ദൃഢം പ്രലബ്ധാസ്ത്രപയാ ച ഹാപിതാഃ പ്രസ്തോഭിതാഃ ക്രീഡനവച്ഛകാരിതാഃ വസ്ത്രാണി ചൈവാപഹൃതാന്യഥാപ്യമും താനാഭ്യസൂയൻ പ്രിയസംഗനിർവൃതാഃ പരിധായ സ്വവാസാംസി പ്രേഷ്ടസംഗമസജ്ജിതാഃ ഗൃഹീതചിത്താ നോ ചേലുഃ തസ്മിन् ലജ്ജായിദേക്ഷണാഃ. താസാം വിജ്ഞായ ഭഗവാൻ സ്വപാദസ്പർശകാമ്യയാ ധൃതവ്രതാനാം സങ്കൽപ്പം ആഹ ദാമോദരോ അബലാഃ. സങ്കൽപ്പോ വിദിതഃ സാധ്യോ ഭവതീനാം മദർശനം മയാനുമോദിതഃ സോऽസൗ സത്യോ ഭവിതുമർഹതി. ന മയ്യാവേശിതധിയാം കാമഃ കാമായ കൽപ്പത്തെ ഭർജിതാ ക്വദിതാ ധാനാ പ്രായോ ബീജായ നേഷ്യത്തെ. യാതാ ബലാ വ്രജം സിദ്ധാഃ മയേമാരംസ്യ ദക്ഷപാഃ യദുദ്ദിശ്യ വ്രതമിദം ചേരുരാര്യാർച്ചനം സതീഃ. ശ്രീശുക ഉവാച ഇത്യാദിഷ്ടാ ഭഗവതാ ലബ്ധകാമാ കുമാരികാഃ ധ്യായന്ത്യസ്തൽപദാംബോജം കൃച്ഛ്രാദ് നിർവിവിശുർവ്രജം. അധ ഗോപൈഃ പരിവൃതോ ഭഗവാൻ ദേവകീസുതഃ വൃന്ദാവനാദ്ഗതോ ദൂരം ചാരയൻ ഗാസഹാഗ്രജഃ. നിദാഘാർക്കാദപേ തിഗ്മേ ഛായാ വിശ്വാഭിരാത്മനഃ ആദപത്രായിദാൻ വീക്ഷ്യ ദ്രുമാനാഃ വ്രജൗകസഃ. ഹേ സ്തോകകൃഷ്ണ ഹേ അംശോ ശ്രീരാമൻ സുബലാർജുന വിശാലർഷഭ തേജസ്വിൻ ദേവപ്രസ്ഥവരൂധവാൻ പശ്യതൈതാൻ മഹാഭാഗാൻ പരാർത്ഥൈകാന്തജീവിതാൻ വാദവർഷാദമഹിമാൻ സഹന്തോ വാരയന്തിനഃ. അഹോ യേഷാം വരം ജന്മ സർവപ്രാണ്യുപജീവനം സുജനസ്യേവ യേഷാം വൈ വിമുഖാ യാന്തി നാർത്ഥിനഃ. പത്രപുഷ്പഫലച്ഛായാമൂലവൽക്കലദാരുഭിഃ ഗന്ധനിര്യാസഭസ്മാസ്ഥിതോഗ്മൈ കാമാൻ വിതന്വത്തെ. ഏതാവജ്ജന്മ സാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണൈരർത്ഥൈർധിയാ വാചാ ശ്രേയ ഏവാചരേത് സദാം. ഇതി പ്രവാളസ്തവകഫലപുഷ്പദളോത്കരൈഃ തരുണാം നമ്രശാഖാനാം മധ്യേന യമുനാംഗതഃ. തത്ര ഗാഃ പായയിത്വാപഃ സുമൃഷ്ടാ ശീതളാ ശിവാഃ. തതോ നൃപസ്വയം ഗോപാഃ കാമം സ്വാദുപപുർജലം. തസ്യ ഉപവനെ കാമം ചാരയന്തഃ പശൂൻ നൃപ കൃഷ്ണരാമൗ ഉപാഗമ്യ ക്ഷുധാർത്താ ഇദമബ്രുവൻ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം
ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗോപീവസ്ത്രാപഹാരോ നാമ 22-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. അപ്പം കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ഈ 22-ാം അധ്യായം 28 ശ്ലോകങ്ങൾ കണ്ടു. ഗോപികമാരുടെ കാത്യായനി വ്രതം എന്നുള്ള കഥയാണ് ഈ 28 ശ്ലോകങ്ങളിൽ വർണ്ണിച്ചിരുന്നത്. ഹേമന്ത ഋതുവിലെ ആദ്യ മാസത്തിൽ നന്ദഗോപകുമാരികൾ ഹവിസ് ഭുജിച്ചുകൊണ്ട് കാത്യായനി വ്രതം ചരിച്ചു എന്നും അവരെങ്ങനെയൊക്കെയാണത് ചെയ്തത് എന്നൊക്കെ വിസ്തരിച്ച് നമ്മൾ കണ്ടു. അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മളെല്ലാവരും ഹൃദിസ്ഥമാക്കി വയ്ക്കുക. നിത്യവും ഭഗവതിയോട് പ്രാർത്ഥിക്കാം. ഇന്നും രാവിലെയും സന്ധ്യാവേളകളിലും ഒക്കെ ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടത്തിൽ ഈ ഒരു പ്രാർത്ഥനയും കൂടി ചേർത്ത് വയ്ക്കാം. ദേവിയുടെ ഏത് സ്തോത്രങ്ങൾ ചൊല്ലുമ്പോഴും ഏത് ശ്ലോകങ്ങൾ ചൊല്ലുമ്പോഴും കൂട്ടത്തിൽ ഈ ഒരു പ്രാർത്ഥനയുമാവാം. അപ്പോഴേ നമ്മുടെ ഉള്ളിൽ ഭഗവാനെ കിട്ടണം എന്നുള്ളതായിട്ടുള്ള ആ ഒരു ദാഹം, ആ പരമപുരുഷാർത്ഥത്തെക്കുറിച്ചിട്ടുള്ള സങ്കല്പം അത് ദൃഢമാവുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ പുരുഷാർത്ഥ നിശ്ചയം വേണം. പരമപുരുഷാർത്ഥം എന്താണ്? ഭഗവാനെ പ്രാപിക്കലാണ്. അപ്പോൾ അത് നിശ്ചയം ഉള്ളിലുണ്ടാവാനുള്ളൊരു പ്രാർത്ഥനയാണത്. അതല്ലെങ്കിൽ നമ്മൾ ഒരു കാഷ്വൽ അപ്രോച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ആധ്യാത്മികതയും മോക്ഷവുമെല്ലാം ഒരു എന്താ പറയുക, ടൈം പാസ് പോലെ പോകുന്ന പോക്കിൽ കിട്ടിയാ ലാഭം എന്നുള്ള ആ ഒരു വിചാരം ആവരുത്. അതിനൊരു ദാർഢ്യം, അതാണ് നിശ്ചയം, പുരുഷാർത്ഥ നിശ്ചയം. അപ്പോൾ ആ പുരുഷാർത്ഥ നിശ്ചയത്തെ നമുക്ക് തരുന്ന ആ ഒരു സങ്കല്പമാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത്. അതുകൊണ്ട് എപ്പോഴും ഏത് ദേവീക്ഷേത്രത്തിൽ ചെന്നാലും ഒക്കെ പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു പ്രാർത്ഥന ആവാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ആ ഒരു ശ്ലോകം നമ്മളെല്ലായിടത്തും പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഇമ്മീഡിയറ്റായിട്ട് അറ്റാച്ച് ചെയ്യുക. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. ഇനി രുക്മിണിയുടെ പ്രാർത്ഥനയും അതോട് ചേർത്ത് വയ്ക്കാം അല്ലേ? നമസ്യേ ത്വാംബികേ അഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. ഇതൊക്കെ പ്രാർത്ഥനയിൽ കൂടിക്കോട്ടെ. ആ ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി പ്രേമം തീവ്രമാകാൻ സഹായിക്കും. അപ്പോൾ അവരുടെ ആ പ്രാർത്ഥന അങ്ങനെ ഒരു മാസം അവർ നീണ്ടു നിൽക്കുന്ന വ്രതം അനുഷ്ഠിച്ചതും അവസാന ദിവസം അവർ വസ്ത്രമെല്ലാം കരയിൽ അഴിച്ചിട്ട് ജലക്രീഡ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ കൂട്ടുകാരുമായിട്ട് ചെല്ലുന്നതും ഇവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് മരക്കൊമ്പത്ത് തൂക്കിയിട്ട് ഭഗവാൻ പരിഹാസ ഉക്തികൾ കൊണ്ട് അവരുടെ ശ്രദ്ധയെ
ക്ഷണിച്ച് അവരോട് നിങ്ങൾക്ക് അവരവരുടെ വസ്ത്രം വേണമെങ്കിൽ കരയിൽ വന്ന് അവരവരുടെ വസ്ത്രം തിരഞ്ഞെടുത്തോളൂ എന്നെല്ലാം പറഞ്ഞതും അവരതിന് ഭഗവാനോട് മറുപടി പറഞ്ഞ കാര്യങ്ങൾ കണ്ടു. അങ്ങ് അന്യായം ചെയ്യരുത്, അങ്ങ് നന്ദഗോപന്റെ പ്രിയസുതനാണ്, ഞങ്ങൾക്കും പ്രിയനാണ്, അങ്ങ് വ്രജത്തിൽ വെച്ച് ശ്ലാഘ്യനാണ്, അതുകൊണ്ട് അങ്ങേക്ക് പേരുദോഷം ഉണ്ടാവരുത്, അത് ഞങ്ങൾക്കും സഹിക്കില്ല. അതുകൊണ്ട് തണുത്ത് വിറച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് വസ്ത്രം തരൂ. ഹേ ശ്യാമസുന്ദര, ഞങ്ങൾ അങ്ങയുടെ ദാസിമാരല്ലേ, അങ്ങ് പറയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. കരവാമ തവോദിതം, അതുകൊണ്ട് ധർമ്മജ്ഞനായ അങ്ങ് സ്ത്രീകളുടെ നഗ്നത കാണുന്നത് ധർമ്മമല്ല എന്നറിഞ്ഞുകൂടെ? അതുകൊണ്ട് വാസാംസി ദേഹി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രാജാവിനോട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. നോചേത് രാജ്ഞേ ബ്രുവാമഹേ. അപ്പോൾ ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു, നിങ്ങൾ എൻ്റെ ദാസിമാരാണ് എങ്കിൽ ഞാനത് സമ്മതിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ, ഞാൻ പറഞ്ഞത് അനുസരിക്കൂ. മയോക്തം വാ കരിഷ്യത. എന്താ എനിക്ക് പറയാനുള്ളത്? അത്ര ആഗത്യസ്വ വാസാംസി പ്രതീക്ഷന്തു ശുചിസ്മിതാഹ. നിങ്ങൾ മന്ദസ്മിതത്തോടുകൂടി സുന്ദരമായ മുഖത്തോടുകൂടി ഒരു വിഷമവുമില്ലാതെ എൻ്റെ അടുത്തേക്ക് വരൂ, എന്നിട്ട് ഇവിടുന്ന് വസ്ത്രങ്ങളെല്ലാം സ്വീകരിച്ചോളൂ. അപ്പോൾ ഇത് കേട്ടതായിട്ടുള്ള ഗോപസ്ത്രീകൾ അവരുടെ ലജ്ജ പാതി മുക്കാലും ഉപേക്ഷിച്ചു. അങ്ങനെ അവർ ജലാശയത്തിൽ നിന്ന് കയറി ഭഗവാന്റെ ദാസിമാരാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവർ തണുത്ത് വിറച്ചുകൊണ്ട് പാണിഭ്യാം യോനിമാച്ഛാദ്യ പ്രോത്തേരുഹു, കൈകളെ കൊണ്ട് നഗ്നത മറച്ചുകൊണ്ട് അവർ ഉത്താരണം ചെയ്തു, കരയ്ക്ക് കയറി. അങ്ങനെ അവരുടെ നിഷ്കളങ്ക ഭാവം കണ്ട് ഭഗവാൻ പ്രസാദിച്ചു. അവരെ ആഗതരായി കണ്ട് ഭഗവാൻ വസ്ത്രം ഉടനെ കൊടുത്തില്ല. സ്കന്ധങ്ങളിൽ തന്നെ വസ്ത്രങ്ങളെ വെച്ച് പ്രീതിയോടെ സസ്മിതം അവരോട് ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് വസ്ത്രം തരാത്തത് എനിക്ക് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വ്രതം ധരിച്ചവരാണ്. ആ വ്രതം ധരിച്ചവർ നിങ്ങളിപ്പോൾ എന്തു ചെയ്തു? വിവസ്ത്രരായിട്ട് വ്യഗാഹത, വെള്ളത്തിലേക്ക് വിഗാഹനം ചെയ്തു, ഇറങ്ങിക്കുളിച്ചു. തതു ദേവഹേളനം, അത് ദേവന്മാർക്കുള്ള നിന്ദയാണ്. അഗ്നി ദേവനെയും വരുണനെയും മറ്റ് ദേവതകളെയൊക്കെ നിന്ദിക്കലാണ്. അതുകൊണ്ട് അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് മൂർധാവിൽ അഞ്ജലി ബന്ധിച്ചിട്ട് നിങ്ങളുടെ പാപത്തെ കഴുകിക്കളയാം. അംഹസഹ അപനുത്തയേ അധഹ നമകൃത്വ, താഴെ വീണ് നമസ്കരിച്ച് വസനം പ്രഗൃഹ്യത, വസ്ത്രം സ്വീകരിച്ചു കൊള്ളുക. നിങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണിത് എന്ന് പറഞ്ഞു. ഇങ്ങനെ അച്യുതനാൽ പറയപ്പെട്ടതായിട്ടുള്ള ആ ഗോപസ്ത്രീകൾ തീർച്ചയായിട്ടും വിവസ്ത്രാപ്ലവനം വ്രതച്യുതിമ്മത്വ, വസ്ത്രമില്ലാതെ കുളിച്ചത് വ്രതഭംഗ കാരണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽപൂർത്തികാമാഹ, അവരുടെ വ്രതം പൂർത്തിയെ കാമിച്ചുകൊണ്ട് ആ വ്രതത്തിന്റെ ഫലം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അശേഷകർമ്മണാം സാക്ഷാത്കൃതം നേമുഹു, എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെ നൽകുന്നവനായ സാക്ഷാത്കാര രൂപനായ ഭഗവാനെ നമസ്കരിച്ചു. യതഃ അവദ്യമൃഗ്, എന്തെന്നാൽ അവനാണല്ലോ എല്ലാ ദോഷങ്ങളെയും കഴുകിക്കളയുന്നവൻ, എല്ലാ ദോഷങ്ങളെയും പരിഹരിക്കുന്നവനാണ്. അല്ലേ? നമ്മൾ ഏതൊരു കർമ്മം ചെയ്തു വന്നാലും ഭഗവാന്റെ നാമം സ്മരിച്ചു കഴിഞ്ഞാൽ അവൻ ശുദ്ധനായി എന്നാണല്ലോ പറയുന്നത്. അല്ലേ? അപവിത്ര പവിത്രോവാ സർവാവസ്ഥാംഗതോ വിവാ യസ്മരേ പുണ്ടരീകാക്ഷം സ ബാഹ്യാഭ്യന്തര ശുചിഹി. പുണ്ടരീകാക്ഷനെ സ്മരിച്ചാൽ തന്നെ അവന്റെ അകവും പുറവും ശുദ്ധമായി തീരുന്നു. അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ എന്നുള്ള 3 നാമങ്ങൾ കൊണ്ട് ആചമനം ചെയ്തു കഴിഞ്ഞാൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെല്ലാം ശുദ്ധമായി തീരുന്നു. ഇങ്ങനെയൊക്കെ സങ്കല്പങ്ങളുണ്ട്. അപ്പൊ അതുതന്നെയാണ് അവദ്യമൃഗ്, അവദ്യത്തെ ദോഷത്തെ മാർജനം ചെയ്യുന്നവനാണല്ലോ, കഴുകിക്കളയാൻ ശക്തിയുള്ളവനാണല്ലോ ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ മുമ്പില്
നമസ്കരിച്ചു കഴിയുന്നതോടുകൂടി സകല പാപങ്ങളും കഴുകിക്കളയപ്പെടുന്നു. അങ്ങനെ തന്റെ മുമ്പിൽ നമസ്കരിച്ചിരിക്കുന്ന അവരെ കണ്ട ഭഗവാൻ ദേവകീപുത്രൻ താഭ്യ വാസാംസി പ്രായച്ചത് കരുണ തേന തോഷിത, അവരുടെ ആ പ്രവൃത്തി കൊണ്ട് സന്തോഷിച്ച കാരുണ്യമൂർത്തിയായി അവരോട് അലിവോടുകൂടി ഭഗവാൻ അവരുടെ വസ്ത്രങ്ങളെ തിരിച്ചു കൊടുത്തു. ശുകബ്രഹ്മർഷി പറഞ്ഞു, എങ്ങനെയൊക്കെ ഭഗവാനാൽ പരിഹസിക്കപ്പെടുകയും അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുകയും ലജ്ജ കൊണ്ട് പീഡിക്കപ്പെടുകയും എല്ലാം ചെയ്തിട്ടും അല്ലെ കളിപ്പാവകളെ പോലെ കളിപ്പിച്ചു. ക്രീഡനവച്ച കാരിതാഹ, അവരുടെ വസ്ത്രങ്ങളെ അപഹൃതാനി, വസ്ത്രാണി ചൈവ അപഹൃതാനി, എന്നിട്ടും അദാപി, അങ്ങനെയൊക്കെ ആയിട്ടും താ അമും ന അഭ്യസൂയന്, ആ ഭഗവാനോട് ഒരു തരത്തിലുള്ള ദ്വേഷഭാവവും അസൂയയും മത്സരബുദ്ധിയും ഒന്നും അവർക്കുണ്ടായില്ല. കാരണം ആ പ്രിയനായ ഭഗവാനുമായിട്ടുള്ള സംഘം കൊണ്ട് തന്നെ നിർവൃതരാണ്. ഭഗവാനെ കണ്ടതും അടുത്ത് കണ്ടതും അവർ സന്തുഷ്ടരാണ്. ഏതൊരു ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വ്രതമെല്ലാം അനുഷ്ഠിച്ചത്, ആ ഭഗവാനാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു പരിഭവവും അവർക്ക് തോന്നിയില്ല. പ്രേഷ്ഠ സംഗമ സജ്ജിതാഹ, ശ്രേഷ്ഠനുമായി സംഘത്തിന് ഒരുങ്ങിയവരായിട്ടുള്ളവര് വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ഭഗവാനാൽ ഹരിക്കപ്പെട്ട ചിത്തത്തോട് കൂടിയവരായി ന ചേലുഹു, അവിടുന്ന് ചലിച്ചതേയില്ല, എവിടേക്കും പോയില്ല. തസ്മിൻ ലജ്ജായിദേക്ഷണാഹ, ആ ഭഗവാന്റെ നേരെ വികസിച്ച കണ്ണുകൾ ലജ്ജയോടെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പൊ ഭഗവാൻ അവരുടെ ആ കാമം അറിഞ്ഞു. സ്വപാദസ്പർശ കാമ്യയ, തന്റെ പാദസ്പർശമാണ് അവർ കാമിക്കുന്നത് എന്നുള്ളത് ഭഗവാൻ അറിഞ്ഞു. അങ്ങനെ ധൃതവ്രതാനാം സങ്കല്പമാഹ ദാമോദരോ അബലാഹ, ആ ദാമോദരനായ ഭഗവാൻ അബലകളോട് അവരുടെ വ്രതഫലത്തെ നൽകാനായിട്ട് തീരുമാനിച്ചു പറഞ്ഞു. ഹേ സാധ്യ ഭവതീനാം സങ്കല്പ വിദിത, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ അർച്ചിച്ചത്, അതിനുള്ള സങ്കല്പം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അസൗ സഹ മയാ അനുമോദിത, നിങ്ങളുടെ ആ സങ്കല്പം എന്നാൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. സത്യോ ഭവിതും അർഹതി, തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കല്പം സത്യമായി ഭവിക്കും. ഇനി എന്നിൽ അർപ്പിച്ചതായിട്ടുള്ള കാമം, മൈ ആവേശിതയാം കാമഹ ന കാമായ കൽപ്പതേ, അത് കാമമേ അല്ല, എല്ലാ കാമങ്ങളുടെയും അവസാനത്തെ കാമമാണ്. ഈ കാമത്തിൽ എല്ലാ കാമങ്ങളും അടങ്ങും അല്ലേ. ഏതൊരു ഭഗവാനെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട എന്നുള്ള അവസ്ഥ പ്രാപിക്കും. എല്ലബ്ധ്വാ പുമാൻ തൃപ്തോ ഭവതി സിദ്ധോ ഭവതി എന്നൊക്കെ നാരദ ഭക്തി സൂത്രത്തില് നാരദ മഹർഷി പറയും. അതുപോലെ ഉപനിഷത്തുക്കളിൽ ഏതൊരു ആത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും ലഭിക്കേണ്ടതായിട്ടില്ലയോ. ലബ്ധ്വാ നാപരം ലാഭം മന്യന്തേ, ഇതിൽ പരമായിട്ട് മറ്റൊരു ലാഭമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ തന്നെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് കാമം, പൂർണ്ണകാമന്മാരായി തീരുന്നു. അപ്പോ എന്നോടുള്ള നിങ്ങളുടെ ഈ ഭാവം, നിങ്ങൾക്കുള്ള കാമം, അത് കാമമേ അല്ല. കാരണം അത് വറുത്ത ധാന്യം പോലെ അല്ലെങ്കിൽ പുഴുങ്ങിയ ധാന്യം പോലെ. ഭർജിത ക്വദിത ദാനാഹ പ്രായോ ബീജായനേഷ്യത്തെ, ഇതിന് മുളയ്ക്കാനുള്ള ശക്തി ഇല്ലല്ലോ. ഇങ്ങനെ വറുത്തതും പുഴുങ്ങിയതുമായിട്ടുള്ള വിത്തിന് മുളയ്ക്കാനുള്ള ശക്തി ഇല്ലല്ലോ. അതുപോലെയാണ് എന്നിലർപ്പിച്ച കാമത്തിന് പിന്നൊരു കാമത്തെ ജനിപ്പിക്കാനുള്ള ശക്തിയില്ല. ഒറ്റ പ്രയോജനമേ ഉള്ളൂ, ഭഗവത് പ്രാപ്തി അഥവാ മോക്ഷം. അപ്പൊ ആ കാമത്തെ കാമത്തിന്റെ കൂട്ടത്തിൽ പട്ടികയിൽ പെടുത്തേണ്ടതല്ല, അത് പരമപുരുഷാർത്ഥമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങളെല്ലാം സിദ്ധരായിരിക്കുന്നു. നിങ്ങൾ വ്രജത്തിലേക്ക് പൊക്കോളൂ. മയാ ഇമാ ക്ഷപാഹ രംസ്യത, നിങ്ങൾ ഇനി വരുന്ന രാത്രികളിൽ എന്നോടുകൂടി രമിക്കും. യദുദ്ദിശ്യ വ്രതമിതം ചേരുഹു ആര്യാർച്ചനം സതീ, സതികളായ നിങ്ങൾ ഏതൊന്നുദ്ദേശിച്ചുകൊണ്ടാണോ ആര്യാദേവിയെ ഭഗവതിയെ അർച്ചിച്ചത്, തീർച്ചയായിട്ടും ആ വ്രതത്തിന്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാം. അപ്പൊ ഇങ്ങനെ ഇത്യാദിഷ്ട ഭഗവതാ ലബ്ധകാമാ കുമാരികാഹ
ധ്യായന്ത്യസ്തൽപദാംബോജം കൃച്ഛ്രാത് നിർവിവിശുവ്രജം. ഭഗവാനാൽ ഇങ്ങനെ ആദേശിക്കപ്പെട്ടവർ, അവർക്ക് കാമം ലഭിച്ച, അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച ആ കുമാരികൾ തൽപദാംബോജം ധ്യായന്ത്യ, ഭഗവാന്റെ പാദകമലങ്ങളെ ധ്യാനിക്കുന്നവരായിക്കൊണ്ട് കൃച്ഛ്രാത് വ്രജം നിർവിവിശു, വളരെ ക്ലേശിച്ചുകൊണ്ട്, ഭഗവാനെ പിരിഞ്ഞു പോകാൻ ഒട്ടും താല്പര്യമില്ല എങ്കിലും ഭഗവാന്റെ ആജ്ഞയെ ധിക്കരിക്കാൻ അവർക്ക് ശക്തിയും ഇല്ല. ഭഗവാൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അവരവിടുന്ന് കഷ്ടപ്പെട്ട് വ്രജത്തിലേക്ക് പോകുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് കാത്യായനി വ്രതം കഥ അവസാനിക്കുന്നത്. അപ്പോ ഇവിടെ ഭഗവാൻ ഈ ലീല ചെയ്യുമ്പോൾ ഭഗവാന്റെ വയസ്സ് 7 വയസ്സൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് സാധാരണ പ്രാകൃതന്മാരായിട്ടുള്ള ജനങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ലൗകികങ്ങളായ കാമങ്ങളല്ല. ഇതൊരു അലൗകികമായിട്ടുള്ളൊരു, ഭഗവാൻ തന്നെ അവരെ തന്നിലേക്ക് ആകർഷിച്ചിരിക്കുന്നതാണ്. അല്ലേ, ഒരു 7 വയസ്സ് ബാലനെ ആരെങ്കിലും കാമിക്കോ ചോദിച്ചാൽ അത് ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാനെ സംബന്ധിച്ച് അവർക്ക് ചിന്തിക്കുമ്പോൾ 7 വയസ്സായിട്ട് തോന്നുന്നുണ്ടാവില്ല. ഭഗവാൻ എന്താ പറയുക, പരിപൂർണനല്ലേ എപ്പോഴും. അപൂർണനായ ഭഗവാനെ അവരുടെ നാഥനായി തന്നെ അവർ കാണുകയാണ്. അങ്ങനെ ആ ഭഗവാനെ പതിയായി, രക്ഷകനായി, നാഥനായി ലഭിക്കാനുള്ളതായിട്ടുള്ള ആഗ്രഹമാണ് അവർക്ക്. അതും അവര് ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, എല്ലാവരും സമഷ്ടിയായിട്ടാണ് ഭഗവാനെ കിട്ടാനായിട്ട് വ്രതം അനുഷ്ഠിച്ചത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ആരാണെന്നുള്ള അറിവ് അവർക്കുണ്ട്. ഭഗവാനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഭജിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊന്നും ഒരു സാധാരണ പ്രാകൃതന്മാരുടെ പൈങ്കിളി കഥ പറയും പോലെ പറയാനുള്ള കഥയേ അല്ല. ഇത് ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നവരോട് മാത്രമേ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലേ, ഇപ്പൊ നിങ്ങളിത് വിസ്തരിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിലെന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അശ്ലീലം ഇതിലുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അസഭ്യം ഇതിലുണ്ടോ? സഭയിൽ പറയാൻ കൊള്ളാത്തതായിട്ട് എന്തെങ്കിലും ഇതിലുണ്ടോ എന്നാ? സഭ എന്ന് പറഞ്ഞാൽ നല്ല വിവേകമുള്ള, സംസ്കാരമുള്ള ആളുകൾ ഇരിക്കുന്നതിനാണ് സഭ എന്ന് പറയുക. അല്ലേ, തെരുവിലല്ല. തെരുവിലിരിക്കുന്ന ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഇതുപോലെ കേട്ട് ഇത് ഉൾക്കൊണ്ടാലേ, ഇതിന്റെ തത്വം അറിഞ്ഞുകൊണ്ട് ഈ ഗോപികമാരുടെ ഭാവം നമുക്കും വരണം. അതിപ്പോ സ്ത്രീകൾക്ക് മാത്രമല്ല, സകല പുരുഷന്മാർക്കും സകല ജീവന്മാർക്കും ഈ ഗോപികമാരെങ്ങനെയാണോ ഭഗവാനെ തന്നെ പതിയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചത്, ആ ഭാവം എല്ലാ ജീവന്മാരുടെ ഉള്ളിലും ഉണ്ടാവണം. എല്ലാ ജീവന്മാർക്കും ബാധകമാണ്. അല്ല സ്ത്രീകൾക്ക് മാത്രമല്ല, അത് മനുഷ്യന്മാർക്ക് മാത്രമല്ല, മറ്റ് ജീവജാലങ്ങൾക്കും സാധിക്കുമെങ്കിൽ, അല്ലേ, അവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള കഴിവുണ്ടെങ്കിൽ, അതിനുള്ള അറിവുണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ അവർക്കും ഭഗവാനെ പ്രാപിക്കാൻ പ്രാർത്ഥിക്കാം. രാമായണത്തിലെ വാനരന്മാരെയും സമ്പാദി, ജടായു മുതലായിട്ടുള്ള പക്ഷികളെയും, ഗുഹൻ മുതലായിട്ടുള്ള കാട്ടാളന്മാരെയും, ശബരിയെ പോലെയുള്ള, അല്ലേ, ആ വനവാസികളായിട്ടുള്ള ആളുകൾക്കും, വിഭീഷണനെ പോലെ രാക്ഷസ സഹോദരനായിട്ടുള്ളവനും എല്ലാവർക്കും ഭഗവാനോട് പ്രേമം ഉണ്ടാവുന്നുണ്ട്. അപ്പോ ആർക്കും ആവാം, എല്ലാവർക്കും ഭഗവാനോടാണ് ചേരേണ്ടത്. ഭഗവാനോട് ചേരുന്നതോടുകൂടി മാത്രമേ പൂർണ്ണത ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അപ്പൊ അതിനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അർഹത എല്ലാവർക്കും ഉണ്ടോ എന്നറിയില്ല. അർഹത എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ആണോ എന്ന് വെച്ചാൽ ആ ഒരു ശുദ്ധി ഉണ്ടാവണം. അപ്പോഴേ ഭഗവാനുമായിട്ട് ചേരാൻ പറ്റുള്ളൂ. ഭഗവാനോട് അത്രയും പ്രേമം വേണം. ആ പ്രേമം തന്നെയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഭഗവാനോടുള്ള പ്രേമം എല്ലാ മറ്റ് വിഷയ ചിന്തകളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കും, ശുദ്ധീകരിക്കും.
നമ്മുടെ സ്വാർത്ഥതകളിൽ നിന്നെല്ലാം നമ്മളെ പിന്തിരിപ്പിക്കുന്നു പറയാം. പിന്നെ അതിൻ്റെ മറ്റ് തത്വങ്ങൾ നമ്മളൊക്കെ ചിന്തിച്ചു. ഈ ഗോപികമാരുടെ സ്ത്രീകൾ എന്നുള്ള ഭാവത്തെ മാറ്റി, ദേഹാഭിമാനത്തെ മാറ്റി, അവരെ സന്യസ്തകളാക്കി, ദേഹാഭിമാനമില്ലാത്തവരാക്കി തീർത്തു. ജീവബ്രഹ്മ ഐക്യം സാധിക്കണമെങ്കിൽ ദേഹാഭിമാനം നീങ്ങണം. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമഭൂമിർ ന തേജോ ന വായു എന്ന് താനാണെന്ന് ഏതൊക്കെ കാര്യങ്ങളെ കരുതിയിരുന്നുവോ അതിനെയൊക്കെ നെഗേറ്റ് ചെയ്ത് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞാൽ മാത്രമേ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന ഭാവം ഉറയ്ക്കുകയുള്ളൂ. രണ്ടും കൂടി ഇരിക്കില്ല. എന്താ പറയുക, കക്ഷത്തിലിരിക്കുന്നത് വിടാനും വയ്യ, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. കക്ഷത്തിലുള്ളതിനെ തൽക്കാലം ഉപേക്ഷിച്ച് ഉത്തരത്തിലുള്ളത് എടുക്കുക. ഉത്തരത്തിലുള്ളതിനാണ് പ്രാധാന്യമെങ്കിൽ കക്ഷത്തിലുള്ളത് വെടിഞ്ഞേ പറ്റൂ. അതുപോലെ ദേഹാഭിമാനം പോയാൽ മാത്രമേ ഈശ്വരനുമായിട്ടുള്ള താദാത്മ്യം സാധ്യമാവുകയുള്ളൂ. അതാണ് ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള തത്വം. അപ്പോൾ ഈ ഗോപികമാരെ ഭഗവാൻ അങ്ങനെ പാകപ്പെടുത്തി കൊണ്ടുവന്നു. അവർക്കിപ്പോൾ ദേഹാഭിമാനമില്ല, അവർക്കിനി വസ്ത്രം കിട്ടിയാലും ഇല്ലെങ്കിലും എന്ന മട്ടിലായി കഴിഞ്ഞവർ. ഭഗവാൻ കൊടുത്തതുകൊണ്ട് കൊടുത്തു, കൊടുത്തില്ലെങ്കിൽ കൊടുക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള ഈ ഒരു ലീല ശ്രദ്ധയോടെയാണ്, ഭക്തിയോടെയാണ് ശ്രവിക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. ഇനി നമുക്ക് അടുത്ത ഭഗവാന്റെ ലീലയിലേക്ക് പ്രവേശിക്കാം. ഭഗവാന്റെ ലീലകൾ നമ്മളെ പലതും പഠിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ വിപ്രപത്നി അനുഗ്രഹം എന്നുള്ള ആ ഭാഗത്തേക്ക് കടക്കാം. അധ ഗോപൈഃ പരിവൃതോ ഭഗവാൻ ദേവകീസുതഃ വൃന്ദാവനാദ്ഗതോ ദൂരം ചാരയൻ സഹാഗ്രജഃ. അധ ഗോപൈഃ പരിവൃതോ ഭഗവാൻ ദേവകീസുതഃ വൃന്ദാവനാദ്ഗതോ ദൂരം ചാരയൻ സഹാഗ്രജഃ. അധ അധ എന്നുള്ളത് പുതിയൊരു കഥയെ സൂചിപ്പിക്കാനാണ്. അനന്തരം ഗോപൈഹി പരിവൃതഃ ഭഗവാൻ ദേവകീസുതഃ. ഗോപന്മാരാൽ ചുറ്റപ്പെട്ടവനായ ഭഗവാൻ ദേവകീ പുത്രനായ കൃഷ്ണൻ വൃന്ദാവനാത് ദൂരം ഗതഃ. വൃന്ദാവനത്തിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് ഗമിച്ചു. എങ്ങനെ? ചാരയൻ ഗാഹ. ഗാഹ ചാരയന്, പശുക്കളെ മേച്ചുകൊണ്ട്, ചരിപ്പിച്ചുകൊണ്ട്. ആരോടുകൂടെ? സഹ അഗ്രജഃ. ഗോപൈഹി പരിവൃതഃ എന്ന് മുമ്പേ പറഞ്ഞു. അഗ്രജേന സഹ എന്നുള്ളത് പിന്നെയും പറഞ്ഞു. സഹ അഗ്രജഃ. അപ്പൊ ജ്യേഷ്ഠനായ ബലരാമനോടും ഗോപന്മാരോടും കൂടി ആ ഭഗവാൻ ദേവകീപുത്രൻ വൃന്ദാവനത്തിൽ നിന്ന് കുറച്ച് ദൂരത്തേക്കുള്ളതായിട്ടൊരു ദേശത്തേക്ക് പശുക്കളെ മേച്ചുകൊണ്ട് വന്നു. ഇതും ഭഗവാന്റെ ഒരു ലീലയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇച്ഛയാണ് അല്ലെ. എന്നും ഒരേ ലീല തന്നെ ചെയ്യേണ്ട, വേറെ ചില ലീലകൾ ചെയ്യണം. മാത്രമല്ല, എന്നും ഒരേ ആളുകളെ മാത്രം അനുഗ്രഹിച്ചാൽ പോരാ, തന്നെ ഭജിക്കുന്ന തന്റെ ഭക്തകളായിട്ടുള്ള എത്രയോ ആളുകൾ തന്നെ കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ അനുഗ്രഹിക്കണം എന്നുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ സങ്കല്പം. ഭഗവാൻ ഒരിടത്ത് ഒതുങ്ങി നിൽക്കുന്ന ആളല്ല അല്ലേ. ഇപ്പൊ താനിപ്പോ വിപ്രപത്നിമാരെ അനുഗ്രഹിക്കണം. അത് കഴിഞ്ഞ് പിന്നീട് ഭഗവാൻ മധുരാപുരിയിൽ ചെന്ന് മധുരാവാസികളെ അനുഗ്രഹിക്കുന്ന ലീലകളുണ്ട്. അത് കഴിഞ്ഞ് ഭഗവാൻ എവിടെയൊക്കെ പോണു? ദ്വാരകയിലേക്ക് ചെല്ലുന്നു. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദേശങ്ങളിലും ഭഗവാൻ സഞ്ചരിക്കുന്നു. ഹസ്തിനപുരത്തിലും അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിലും എല്ലാം ഭഗവാൻ യാത്ര ചെയ്യുന്നു. അവിടെയൊക്കെ ചെന്ന് താമസിക്കുന്നു. മറ്റ് ദേശങ്ങളിലൊക്കെ ചെന്ന് അവിടെയുള്ള കന്യകമാരെയൊക്കെ അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ അനുഗ്രഹിക്കാൻ അവിടേക്ക് ചെല്ലുന്നു. മിഥിലാപുരിയിൽ കിടക്കുന്ന ബഹുളാശ്വൻ എന്ന രാജാവിനെയും ശ്രുതദേവൻ എന്ന അദ്ദേഹത്തെയും അനുഗ്രഹിക്കാനായിട്ട് അവിടേക്ക് ചെല്ലുന്നു. കുരുക്ഷേത്രത്തിലെ സമന്തപഞ്ചകത്തിൽ ചെന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.
ഈ കൃഷ്ണാവതാരം എന്നുള്ളത് ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടാനുള്ള ലീലയല്ല, ഒരു അവതാരമല്ല. ഭൂമിയിലുള്ള സകലരെയും അനുഗ്രഹിക്കാനുള്ള ആ ഒരു ഭഗവാന്റെ ഔദാര്യത്തിന്റെ കാരുണ്യത്തിന്റെ ഒക്കെ ലീലയാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഒരിടത്ത് നിന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഭഗവാനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവര് വളരെ സങ്കുചിത ചിന്തക്കാരാണ് എന്ന് പറയേണ്ടി വരും. ഭഗവാൻ ഈ ഗോപികമാരുടെ കൂടെ തന്നെ ജീവിതാവസാനം വരെയും കഴിച്ചില്ല. ഈ ഗോപികമാരെ ഭഗവാൻ വഞ്ചിച്ചിട്ട് പോയി, രാധികയെ ഭഗവാൻ ഉപേക്ഷിച്ചിട്ട് പോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഭഗവാന്റെ നേരെ ഒരു പരിഭവമാണ്. എന്നാലും രാധികയെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ, ഗോപികമാരെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ എന്നിങ്ങനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടതായിട്ടുള്ള സങ്കുചിത ചിന്തക്കാരുണ്ട്. അവര് ഭഗവാന്റെ ഈ ലീലയുടെ ഈ അവതാരത്തിന്റെ മുഴുവൻ സ്ക്രിപ്റ്റും വായിക്കാതെയാണ് പറയുന്നത്. ഭഗവാന്റെ സ്ക്രിപ്റ്റ് ഭഗവാൻ നേരത്തെ എഴുതിയിട്ട് കൈപിടിച്ചിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ വന്ന് നടിക്കേണ്ടത്, ഏതൊക്കെ നാടകമാണ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് അനുഗ്രഹിക്കേണ്ടത്, എല്ലാ ലിസ്റ്റും ഭഗവാന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഭഗവാൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ഉത്തമം. സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ അറിയാത്തതിനിപ്പോ നമ്മൾ ഉപദേശിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഹേ ഭഗവാനെ, ഇന്നത് ചെയ്തത് ശരിയായില്ല കേട്ടോ എന്ന് നമ്മുടെ ചില ഉപദേശങ്ങൾ, നമ്മൾ ഭഗവാന്റെ ഗുരു അല്ലേ, അത് അല്പത്തരമാണ്. അതുകൊണ്ട് ഭഗവാനെ ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിടുക. ഭഗവാൻ ചെയ്തതെല്ലാം ശരി, ചെയ്തതാണ് ശരി. അപ്പൊ ആ ഒരു ഉറപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് വരണം. അപ്പോ എന്തെങ്കിലും ശങ്കയോ പരിഭവമോ ഒക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോക്കോളും. അപ്പോൾ വൃന്ദാവനത്തിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ആളുകളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഒരു വനത്തിലൂടെ ഭഗവാൻ പശുക്കളെ മേച്ചുകൊണ്ട് നീങ്ങി. നിദാഗാർഖാതപേതിഗ്മേ ഛായാവിസ്വാഭിരാത്മനഃ ആദപത്രായിതാൻ വീക്ഷ്യ ദ്രുമാൻ ആഹ വ്രജൗഗസഃ. നിദാഗാർഖാതപേതിഗ്മേ ഛായാവിസ്വാഭിരാത്മനഃ ആദപത്രായിതാൻ വീക്ഷ്യ ദ്രുമാൻ ആഹ വ്രജൗഗസഃ. തിഗ്മേ നിദാഗാർക്കാതപേ. തിഗ്മം എന്നാൽ തീക്ഷ്ണമായത് എന്നർത്ഥം, വളരെ കാഠിന്യമേറിയത്. എന്ത്? നിദാഗ അർക്ക ആതപേ. ആതപം വെയില്, ചൂട്. ആരുടെ? അർക്കന്റെ ആതപം, അർക്കന്റെ ചൂട്. ഏത് കാലത്ത്? നിദാഗ കാലത്ത്. നിദാഗം എന്നുള്ളത് ഗ്രീഷ്മകാലം, വേനൽക്കാലത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ വേനൽക്കാലമായി കഴിഞ്ഞു. പതുക്കെ, അല്ല, ഇവിടെ വേനലായിട്ടില്ല, വേനൽ പോലെയുള്ള ഹേമന്ത കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു കാലത്തായിരിക്കണം, മറ്റൊരു വേനലിലായിരിക്കണം. എന്തായാലും ഓരോ കഥയും ഇമ്മീഡിയറ്റ് അല്ല. ഗോപികമാരുടെ വസ്ത്രാപഹാരം ഒരു ഹേമന്ത മാസത്തിലാണ്. ഇനി ഭഗവാന്റെ രാസക്രീഡ അടുത്ത ശരത്കാലത്തിലാണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള കാലം കടന്നു പോണ്ടേ? ഓരോ ഋതുക്കളും അതിന്റെ ഇടയിൽ കടന്നു പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നിദാഗ വേനലിന്റെ ആ കാലത്തുള്ള അർക്ക ആതപേ, സൂര്യതാപത്താൽ സ്വാഭിഹി ഛായാഭിഹി ആത്മനഃ ആതപത്രായിതാൻ ദ്രുമാൻ വീക്ഷ്യ വ്രജൗഗസഃ ആഹ. ഭഗവാൻ വീക്ഷ്യ കാണുന്നു. എന്ത് കാണുന്നു? സ്വാഭിഹി ഛായാഭിഹി, സ്വന്തം നിഴലുകളെ കൊണ്ട്, ആത്മനഃ തനിക്ക്, ഭഗവാനും കൂട്ടുകാർക്കും, ആതപത്രായിതാൻ ദ്രുമാൻ വീക്ഷ്യ. ആതപത്ര ആയിതാൻ, ആയിതം എന്ന് പറഞ്ഞാൽ ആകപ്പെട്ടത്, അതുപോലെ ആകപ്പെട്ടത് എന്നർത്ഥം. ആതപത്രം എന്ന് പറഞ്ഞാൽ കുട. അപ്പൊ കുടയെ പോലെ ഭവിച്ചിരിക്കുകയാണ്. അതിനുള്ള പ്രയോഗമാണ് ആയിതം എന്നുള്ളത്. ആയത്തെ, ആയിതം എന്നൊക്കെയുള്ള പ്രയോഗം
നമ്മൾ ശിവാനന്ദ ലഹരിയിലെ അല്ലെ കണ്ണപ്പ നായനാരുടെ ശ്ലോകം ഓർക്കുക. മാർഗാവർത്തിത പാതുകാ പശുപതേഃ അംഗസ്യ കൂർച്ചായതേ ഗണ്ഡൂഷാംബു നിഷേചനം പുരരിപോഃ ദിവ്യാഭിഷേകായതേ കിഞ്ചിത് ഭക്ഷിത മാംസശേഷകബളം നവ്യോപഹാരായതേ. 3 ആയതേ 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 എന്ന് പറഞ്ഞു. ആയതേ അല്ലെങ്കിൽ ആയിതേ എന്നുള്ള പ്രയോഗം അതുപോലെയാവുന്നു, ജസ്റ്റ് ലൈക്ക് ദാറ്റ് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ഉപമിക്കാനാണ് ആയതേ ആയിതേ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ആതപത്രായിതാൻ, കുട പോലെ തോന്നുന്ന, കുട പോലെ കാണപ്പെടുന്ന. അപ്പൊ തനിക്ക് കുട പിടിക്കുകയാണ് ആര്? ദ്രുമങ്ങൾ, വൃക്ഷങ്ങൾ. വഴിയിലൊക്കെ നടക്കുന്നിടത്തൊക്കെ വൃക്ഷങ്ങൾ ഇങ്ങനെ ഛായ കൊണ്ട് ഭഗവാന് വെയിൽ കൊള്ളരുത് എന്നുള്ള ഭാവം കാണിക്കുന്നുവോ എന്ന് ദീക്ഷ്യ കണ്ടിട്ട് വ്രജൗകസഹ, ആഹ, തന്റെ കൂടെയുള്ള ഗോപന്മാരോട്, വ്രജവാസികളോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഭഗവാൻ തന്റെ കൂട്ടുകാരായ ഗോപന്മാരെ ജീവിതത്തിന്റെ തത്വം പഠിപ്പിക്കുകയാണ്. പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന കാര്യം പഠിപ്പിക്കാനായിട്ട് വൃക്ഷങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളെല്ലാം പരസ്പരം ഉപകാരം ചെയ്യുന്നവരായി ഭവിക്കണം. ആരും ഒറ്റയ്ക്കല്ല, നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞുകൂടാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും ആകാവുന്ന സഹായങ്ങൾ ചെയ്യുക. അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ട് എല്ലാവരും ശ്രേയസ്സിനെ പ്രാപിക്കുക എന്ന് ഗീതയിലൂടെ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. അപ്പൊ ഇവിടെ എല്ലാവർക്കും വേണ്ടതെല്ലാം സഫീഷ്യന്റ് ആയിട്ട് പ്രകൃതി ഭഗവാൻ ഒരുക്കി തന്നിട്ടുണ്ട്. അത് നമ്മൾ വേണ്ട പോലെ വിനിയോഗിച്ചാൽ, എല്ലാവർക്കും പങ്കിട്ട് ഉപയോഗിച്ചാൽ, യജ്ഞഭാവത്തിൽ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സുഗമമായിട്ട് കഴിയാം. പക്ഷേ എത്രയോ ആളുകളുടെ സങ്കുചിത ഭാവം, സ്വാർത്ഥ ചിന്ത, അല്ലേ? ഇപ്പൊ ഭാരതത്തില് ഒരു ഭീകരൻ വന്നിട്ടുണ്ട് എല്ലാം പിടിച്ചടക്കാൻ. വഖഫ് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമരൂപത്തില് വൃത്തികെട്ട ഒരിടപാട് കോൺഗ്രസ് ഗവൺമെന്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, അല്ലെ? ഇന്ന് ഏതൊരാളുടെ ജയന്തിയാണോ ആഘോഷിക്കുന്നത് അയാളാണ് ഇത് തുടങ്ങി വെച്ചത്. ഈ വൃത്തികേടിന്റെ തുടക്കം അയാളിൽ നിന്നായിരുന്നു. വഖഫ് എന്നുള്ളതായിട്ടുള്ള ഒരു നിയമം പിന്നീട് അതിന് പലപ്പോഴും നവീകരിച്ച് കൂടുതൽ അതിന് സ്വാതന്ത്ര്യം കൊടുത്ത് ഈ ഭാരതത്തെ മുഴുവൻ വിഴുങ്ങാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ ഭരണഘടനയെ പോലും അതിക്രമിച്ചുകൊണ്ട് ഭരണഘടനയേക്കാൾ വലിയൊരു ഘടനയായിട്ട്, ഒരു പാരലൽ നിയമസംഹിതയായിട്ട് രാജ്യത്തിന്റെ അഖണ്ഡതയെയും എല്ലാ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന ഏറ്റവും നീചമായിട്ടുള്ള ഒരു നിയമം രഹസ്യമായി പാസാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പരിപാടികളാണിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ദുരിതങ്ങളും ദുരന്തങ്ങളുമാണ് നമ്മളിനി കാണാനിരിക്കുന്നത്. ഏതൊക്കെ ദേശങ്ങളാണ്, ഏതൊക്കെ ഭൂമികളാണ് ഈ പറഞ്ഞ വഖഫ് നോട്ട് ചെയ്തിട്ടിരിക്കുന്നത്, ഇനിയും നോട്ട് ചെയ്യാനിരിക്കുന്നത്. നല്ലതെല്ലാം അവർക്ക് വേണം. ആദ്യം നല്ലതെല്ലാം കീഴ്പ്പെടുത്തും, പിന്നെ എല്ലാം കൂടി വിഴുങ്ങും, തിമിംഗലം വിഴുങ്ങും പോലെ. ഇപ്പൊ ഭാരതത്തെ വിഴുങ്ങാനുള്ള, ഈ ഭൂമിയെ ഒരു എന്താ പറയുക, ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ഒരു ജിഹാദി നിയമമാണ്, അജണ്ടയാണ് ഈ പറഞ്ഞ വഖഫ് എന്ന് പറയുന്നതായിട്ടുള്ള ഈ നിയമം. എല്ലാവർക്കും ഇത് ബാധകമാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിനാൽ ബാധിക്കപ്പെടാൻ പോകുന്നവരാണ്. ഈ സമയത്ത് ഉണർന്ന് എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രതികരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട കാലമാണ്. അല്ലാതെ ഇതൊന്നും എന്നെ ബാധിക്കില്ല
എന്ന് പറഞ്ഞ് അതാണ് അവരുടെ ഉദ്ദേശവും. അങ്ങനെ ഓരോരുത്തരെ ഒറ്റപ്പെടുത്തി ആദ്യം കുറച്ചായിട്ട് വിഴുങ്ങുക, പിന്നെ അവസാനം ഒന്നിച്ച് വിഴുങ്ങുക. എല്ലാവരും ദുർബലരായി കഴിയുമ്പോൾ വിഴുങ്ങാൻ എളുപ്പമാണ്, ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ വിഴുങ്ങാൻ എളുപ്പമാണ്. അപ്പോൾ ഒറ്റപ്പെടുത്തിയിട്ടാണ് ആക്രമിക്കുക. ഈ വന്യമൃഗങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഇരകളെ ആക്രമിക്കുക? എല്ലാറ്റിൻ്റെയും പുറകെ ഓടില്ല. ഒരു മാൻകൂട്ടം ഉണ്ടെങ്കിൽ അതിലേറ്റവും വീക്കായിട്ടുള്ളൊരു മാനിനെ നോക്കി വെക്കും. എന്നിട്ട് ചെന്നായ്ക്കളോ സിംഹങ്ങളോ കഴുതപ്പുലികളോ ആ വീക്കായിട്ടുള്ളതിനെ എല്ലാവരും കൂടി തുരത്തും, ബാക്കിയുള്ളതിനെയൊക്കെ വിടും. അത് കാട്ടുപോത്തുകളാണെങ്കിലും പന്നികളാണെങ്കിലും അതിനെയൊക്കെ ഒറ്റയ്ക്ക് ആക്രമിക്കും. എന്നിട്ട് അതിനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് പിടിക്കും. അതിനെ തിന്നു കഴിഞ്ഞിട്ടേ അടുത്തതിനെ നോക്കുള്ളൂ. അല്ലാതെ എല്ലാറ്റിൻ്റെയും പുറകെ ഓടി ക്ഷീണിക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ ഇതേ രീതിയാണ്, ഈ മൃഗങ്ങളിൽ നിന്നുള്ള രീതിയാണ് ഈ പദ്ധതിയിലും ആവിഷ്കരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെ ബാധിച്ചിട്ടില്ല, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തരും മാറി ഇരുന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് പിന്നീട് അനുഭവിച്ച് കാണാം. അപ്പം എന്തായാലും ഒരു ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ്, എല്ലാവരുടെയും ഉറക്കം കളയുന്ന ഒരവസ്ഥയാണ്, എല്ലാവരുടെ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണാനിരിക്കുന്നത്. ജാഗ്രത. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? നിദാഗാർക്കാതപേ തിഗ്മേ ഛായാഭിസ്വാഭിരാത്മനഃ ആതപത്രായിതാൻ വീക്ഷ്യ ദ്രുമാനാഹ വ്രജൗഗസഃ. അപ്പോ ഗോപന്മാരെ സഹകരണത്തിന്റെ, ത്യാഗത്തിന്റെ, പരസ്പര സ്നേഹത്തിന്റെ ആ ഒരു തത്വങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമുക്കും. ഈ കഥ ഇവിടെ വച്ചിരിക്കുന്നത് അടുത്ത അധ്യായത്തിലെ വിപ്രപത്നി അനുഗ്രഹത്തിലെ ബ്രാഹ്മണന്മാരുടെ സ്വഭാവ വൈപരീത്യത്തെ ഹൈലൈറ്റ് ചെയ്യാൻ കൂടിയാണ്. അല്ലെ, ബ്രാഹ്മണര് ഭഗവാനും കൂട്ടുകാരും കൂടി ചെന്ന് ഇനി ഭക്ഷണം ചോദിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവരെന്ത് ബ്രാഹ്മണരാണ്, ഇവരെന്ത് ആരാധനയാണ് ചെയ്യുന്നത്? ഈ ഒരു ചിന്തയാണ് ഈ ഭഗവാന്റെ ഉപദേശത്തിൽ നിന്ന് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് പഠിച്ചിട്ട് വേണം അതിനെക്കുറിച്ച്, അതിന്റെ എന്താ പറയുക, നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ആ ബ്രാഹ്മണരെ പോലെ ആവരുത്. ഇത് നമുക്ക് വെറും അചേതനങ്ങളെന്ന് പറയുന്ന, സ്ഥാവരങ്ങളെന്ന് പറയുന്ന വൃക്ഷങ്ങൾ പോലും മറ്റുള്ളവരെ സേവിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വലിയ പണ്ഡിതരെന്ന് അഭിമാനിക്കുന്ന, വേദജ്ഞന്മാരെന്ന് അഭിമാനിക്കുന്ന, പുരോഹിതരായി നടക്കുന്നതായിട്ടുള്ള ആളുകളുടെ ഒരവസ്ഥ നോക്കൂ. എത്ര നിന്ദ്യമാണ് അവരുടെ അവസ്ഥ എന്ന് രണ്ട് കോൺട്രാസ്റ്റ് ആയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരികയാണ്. അല്ലേ, കോൺട്രാസ്റ്റ് എന്തിനാണ്? ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരേ നിറമാണ് എല്ലാ പ്രതലത്തിലുമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള നിറങ്ങൾ കൊടുക്കുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ചിത്രങ്ങളിലും. അതിന് ചിത്രങ്ങൾക്ക് മിഴിവ് കൂടും. അപ്പൊ അതുപോലെയാണ് ഇവിടെ രണ്ട് ആശയങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ വൃക്ഷങ്ങളെ കുറിച്ച് ഭഗവാൻ പുകഴ്ത്തി പറയുന്നു, അവരുടെ പരോപകാര സന്നദ്ധതയെ അറിയിക്കുന്നു. എന്നാൽ മനുഷ്യരായി ജനിച്ച് ബ്രാഹ്മണ്യം ലഭിച്ച് വേദജ്ഞന്മാരായി തീർന്ന് അല്പം പോലും വാകതിരിവില്ലാതെ സാക്ഷാൽ ഭഗവാൻ ചെന്ന് ചോദിച്ചിട്ടും, ഭഗവാന് വേണ്ടി അല്പം വിശന്നിട്ട് ഭക്ഷണം ചോദിച്ചിട്ടും കൊടുക്കാത്ത ബ്രാഹ്മണരോ ശ്രേഷ്ഠർ, ഭഗവാൻ ആവശ്യപ്പെടാതെ അവരെ കൊണ്ടാവുന്ന രീതിയിൽ സ്ഥാവരങ്ങളായിരുന്നിട്ടും ഭഗവാന് വെയിൽ കൊള്ളാതിരിക്കണം എന്ന് പറഞ്ഞ് നിഴൽ ഛായ കൊടുക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളോ ശ്രേഷ്ഠം. ചിന്തിക്കുക. അപ്പൊ നമ്മളും ഈ വൃക്ഷങ്ങളെ പോലെ ആവണോ? ഈ ഒന്നും കൊടുക്കാത്ത പണ്ഡിതമാനികളായിരിക്കുന്ന, വാസ്തവത്തിൽ മൂഢന്മാരായിരിക്കുന്ന, ഒരു ശാസ്ത്രത്തിന്റെയും തത്വമറിയാത്ത, വേദങ്ങളൊക്കെ പഠിച്ചിട്ട് അതിന്റെ തത്വം എന്തെന്നറിയാതെ
എന്തൊക്കെയോ വിഡിത്തരങ്ങൾ വേഷങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മൂഢജനങ്ങളെയാണോ നമ്മൾ അനുകരിക്കേണ്ടത്? ചിന്തിക്കുക. അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഇതിനോട് ചേർത്ത് പറയുന്നത്. ആണ് ഭഗവാൻ പറയുന്നത് കേൾക്കാം. ഹേ സ്തോക കൃഷ്ണ ഹേ അംശോ ശ്രീദാമൻ സുബലാർജുന വിശാലർഷഭ തേജസ്വിൻ ദേവപ്രസ്ഥബരൂധപ പശ്യതൈതാൻ മഹാഭാഗാൻ പരാർത്തൈകാന്ത ജീവിതാൻ വാദവർഷാദവഹിമാൻ സഹന്തോ വാരയന്തിനഃ. ഹേ സ്തോക കൃഷ്ണ ഹേ അംശോ ശ്രീദാമൻ സുബലാർജുന വിശാലർഷഭ തേജസ്വിൻ ദേവപ്രസ്ഥവരൂധപ പശ്യതൈതാൻ മഹാഭാഗാൻ പരാർത്തൈകാന്ത ജീവിതാൻ വാതവർഷാദവഹിമാൻ സഹന്തോ വാരയന്തിനഃ. അപ്പോ ഭഗവാൻ തന്റെ കൂട്ടുകാരുടെ പേരുകൾ വിളിക്കുകയാണ് ആദ്യം. എന്തൊക്കെയാ പേരുകള്? ഹേ സ്തോക കൃഷ്ണ, സ്തോക കൃഷ്ണൻ തന്റെ കൂട്ടുകാരനായ ഒരു ഗോപൻ. ഹേ സ്തോക കൃഷ്ണ. ഹേ അംശോ, അംശു എന്നായിരിക്കും പേര്. അംശു എന്നുള്ളവനെ വിളിക്കുമ്പോഴാണ് അംശോ. അംശു എന്ന് പറഞ്ഞാൽ കിരണം, രശ്മി ഒക്കെ അർത്ഥമാണ്. പുരുഷനും ആ പേരിട്ടിരിക്കണം. കിരൺ എന്ന പേരിടുന്നില്ലേ ഇന്നിപ്പോ അല്ലെ? മോഡേൺ ആയിട്ട് എത്രയോ പേർക്ക് കിരൺ എന്നിടുന്നു. അപ്പൊ അതുപോലെ അംശു, അംശുമാൻ സൂര്യനാണ്. അപ്പൊ അംശോ. ഹേ ശ്രീദാമൻ, ശ്രീദാമ എന്ന പേരിനെ സംബോധനയിൽ ശ്രീദാമൻ. ഹേ ശ്രീദാമൻ. ഹേ സുബലാർജുന, സുബലാർജുനൻ എന്നത് മറ്റൊരു കൂട്ടുകാരന്റെ പേര്. അതുപോലെ ഹേ വിശാലർഷഭ തേജസ്വിൻ, തേജസ്വി എന്നുള്ള ഒരാളുടെ പേരാവാം, അല്ലെങ്കിൽ വിശാലർഷഭന്റെ വിശേഷണമാകാം. തേജസ്വിയായ വിശാലർഷഭ എന്നുമാവാം, അല്ലെങ്കിലോ തേജസ്വി എന്നൊരു പേരുമാവാം. അല്ലേ? നമ്മുടെ ബാംഗ്ലൂർ സൗത്തിലെ MP-യുടെ പേരാണ് തേജസ്വി സൂര്യ. നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഭാവി വാഗ്ദാനമാണ് തേജസ്വി സൂര്യ. അപ്പോ ഹേ തേജസ്വിൻ ദേവപ്രസ്ഥ, ഹേ ദേവപ്രസ്ഥ, ഹേ വരൂധപ. അപ്പൊ ആ വരി മുഴുവൻ പേരുകളാണ്. ഒരു 31ാമത്തെ ശ്ലോകം മുഴുവൻ പേരുകളാണ്. എന്നിട്ടാണ് കാര്യം പറയുന്നത്. പശ്യത ഏതാൻ മഹാഭാഗാൻ പരാർത്തൈകാന്ത ജീവിതാൻ. പശ്യത യൂയം പശ്യത, നിങ്ങൾ കാണുവിൻ. ഏതാൻ മഹാഭാഗാൻ, ഈ മഹാഭാഗ്യവാന്മാരെ, മഹാമനസ്കരെ, പുണ്യാത്മാക്കളെ എന്നാണ് മഹാഭാഗാൻ എന്നുള്ളതുകൊണ്ടിവിടെ അർത്ഥമാക്കുന്നത്. ഈ പുണ്യാത്മാക്കളെ നോക്കൂ. ആരാണ് ഇവിടെ? അവരെന്താ ചെയ്യണത്? പരാർത്ഥ ഏകാന്ത ജീവിതം. പരാർത്ഥം ഏകാന്തം, അവരുടെ ഒറ്റ ലക്ഷ്യം. ഏകാന്തം എന്ന് പറഞ്ഞാൽ ഒറ്റ ലക്ഷ്യം. എന്താണ് പരാർത്ഥം? മറ്റുള്ളവർക്ക് ഹിതം പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ഇതിനു വേണ്ടി ജീവിക്കുന്നവരാണ് എന്നാ പറയുന്നത്. അല്ലാതെ അവർക്ക് സ്വാർത്ഥമേ ഇല്ല, സ്വന്തം കാര്യം ഇല്ല അവർക്ക്. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ പുണ്യശാലികളായവരെ കാണൂ. അവരെന്ത് ചെയ്യുന്നു? വാദവർഷ ആതപ ഹിമാൻ സഹന്ത വാരയന്തിനഃ. സ്വയം വാദവർഷ ആതപ ഹിമാൻ സഹന്ത. എല്ലാ ഋതുക്കളിലും ഉള്ളതായിട്ടുള്ള ആ ദോഷങ്ങളെ, ആ കാഠിന്യങ്ങളെ അവർ സ്വയം സഹിക്കുന്നു. വാതം കാറ്റ്, വർഷം മഴ, ആതപം വെയില്, ഹിമം മഞ്ഞ്. അപ്പൊ ഇങ്ങനെ ഋതുക്കൾ മാറി മാറി വരുമ്പോ കാറ്റാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും എല്ലാം സഹന്ത, സ്വയം സഹന്ത. നഹ വാരയന്തി. നഹ എന്ന് പറഞ്ഞാലോ നമ്മൾക്ക് ഈ പറഞ്ഞ 4 കാര്യങ്ങളെയും നിവാരണം ചെയ്തും തരുന്നു. അവർ സ്വയം ഏറ്റെടുക്കുകയാണ്, സ്വയം സഹിക്കുകയാണ്, നമ്മൾക്ക് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട്. അപ്പൊ നമ്മളിത് സഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്കിത് നേരിട്ട് അനുഭവിക്കാൻ പാടില്ല എന്നാണ് ഈ പരാർത്ഥൈകാന്ത ജീവികളുടെ വിചാരം. അപ്പൊ നമ്മളെ അവയിൽ നിന്ന് തടുക്കുന്നു. ഏതിൽ നിന്ന്? നമുക്ക് കാറ്റുണ്ടാവുന്നതിൽ നിന്ന്, കാറ്റിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു, മഴയിൽ നിന്ന് രക്ഷിക്കുന്നു, ആതപത്തിൽ നിന്ന് രക്ഷിക്കുന്നു, മഞ്ഞിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പൊ പ്രകൃതിയിൽ ഈ വൃക്ഷങ്ങള് പല രീതിയിൽ നമ്മൾക്ക് അനുഗ്രഹമായി വർത്തിക്കുന്നു. അവർ സ്വയം ഇതെല്ലാം സഹിക്കുന്നുണ്ട്. എല്ലാം സഹിച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്നു.
അപ്പോ വിശേഷ ബുദ്ധിയില്ലാത്ത ഈ വൃക്ഷങ്ങൾ പോലും എത്ര ത്യാഗശീലത്തോടു കൂടിയിട്ടാണ്, എത്ര ഉദാര മനസ്കതയോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. അവർ സ്വയം കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പരോപകാരം ചെയ്യുന്നു. കണ്ടു പഠിക്കണ്ടേ നമ്മള് എന്നാണ് ഭഗവാൻ തന്റെ കൂട്ടുകാരെ പഠിപ്പിക്കുന്നതിലൂടെ നമ്മളെയും പഠിപ്പിക്കുന്നത്. നമ്മൾക്കുള്ള പാഠങ്ങളാണിതെല്ലാം. കൂട്ടുകാരിലൂടെ ഉപദേശിച്ചു, കൂട്ടുകാരെ നിമിത്തീകൃത്യ ലോകസംഗ്രഹാർത്ഥം പിന്നീട് വരുന്ന ഈ ഭാഗവതം പഠിക്കുന്ന നമുക്കൊക്കെയുള്ള ഉപദേശമാണ് ഭഗവാന്റെ ഉപദേശം. അഹോ യേഷാംബരം ജന്മ സർവപ്രാണ്യുപജീവനം സുജനസ്യേവ യേഷാം വൈ വിമുഖായാന്തിനാർത്തിനഃ. അഹോ യേഷാംബരം ജന്മ സർവപ്രാണ്യുപജീവനം സുജനസ്യേവ യേഷാം വൈ വിമുഖായാന്തിനാർത്തിനഃ. അഹോ ആശ്ചര്യം, ആശ്ചര്യം, നോക്കൂ. യേഷാം ജന്മവരം, ഇവരുടെ ജന്മമാണ് ശ്രേഷ്ഠം. സ്ഥാവര ജന്മമായിട്ടും വിശേഷ ബുദ്ധിയില്ല എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടെങ്കിലും ഇവർ ധന്യാത്മാക്കളാണ്. യേശാം ജന്മവരം, കാരണം അവരെന്താ ചെയ്യണം? സർവപ്രാണി ഉപജീവനം, സകല പ്രാണികൾക്കും ഉപജീവനം നൽകുന്നതാണ് അവരുടെ ജന്മം. അവർ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഉപജീവനം നൽകുന്നത്? അല്ലേ, ആ വൃക്ഷങ്ങളിലെ ഏത് ഭാഗമാണ് നമുക്ക് ഉപകാരം ചെയ്യാത്തത്? ആ സസ്യങ്ങളുടെ ഇലകളല്ലേ പ്രകൃതിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഈ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നത്? ആദ്യത്തെ ഒരു പ്രധാന പ്രവൃത്തിയാണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ശ്വാസവായു, പ്രാണവായുവായ ഓക്സിജനെ തിരിച്ചു തരുന്നു. അതുപോലെ പ്രകൃതിയില് അന്നം പാകം ചെയ്യാൻ ഈ വൃക്ഷങ്ങൾക്കല്ലേ കഴിയുള്ളൂ. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സൂര്യനിൽ നിന്നുള്ള ചൂട് ആഗിരണം ചെയ്ത്, പ്രകാശം ആഗിരണം ചെയ്ത് ഭൂമിയിൽ നിന്ന് വലിച്ചെടുത്തതായിട്ടുള്ള, നമ്മൾക്ക് നേരിട്ട് ഭക്ഷിക്കാൻ പറ്റാത്തതായിട്ടുള്ള ധാതുക്കളെ, ലവണങ്ങളെ എല്ലാം ജലത്തിലൂടെ, വേരിലൂടെ വലിച്ചെടുത്ത് അതിനെയൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പാകത്തിലാക്കി തരുന്നില്ലേ? അല്ലേ, ഈ ലോകത്തിന്റെ മുഴുവൻ അടുക്കളകളല്ലേ, പാചകശാലകളല്ലേ ഈ വൃക്ഷങ്ങളെല്ലാം? ഈ വൃക്ഷങ്ങളില്ലെങ്കിൽ നമുക്ക് അന്നമുണ്ടോ? ഏതെങ്കിലും ജീവരാശികൾക്ക് അന്നം കിട്ടുമോ? സസ്യബുക്കുകളായിട്ടുള്ള ജീവരാശികളൊക്കെ ഈ വൃക്ഷങ്ങളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അവരെ, സസ്യബുക്കുകളെ മാംസബുക്കുകൾക്ക് ഭക്ഷിക്കണമെങ്കിൽ സസ്യബുക്കുകൾ ഉണ്ടാവണമല്ലോ, അല്ലേ? അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും ഓരോ വൃക്ഷങ്ങളുടെ ഉപയോഗം ഇനി ഏതൊക്കെ രീതിയിൽ മണ്ണൊലിപ്പ് തടയുക, അല്ലെങ്കിൽ മഴ പെയ്യിക്കുക, തണൽ നൽകുന്നു, വിറകായിട്ട് ഉപയോഗിക്കാം, പൂക്കളും ഫലങ്ങളും നൽകുന്നു, ഇലകൾ തന്നെ ചിലത് ഭക്ഷ്യയോഗ്യങ്ങളാണ്, മരുന്നുകളാണ്. എന്തൊക്കെ രീതിയിലാണ് നമുക്ക് വൃക്ഷങ്ങൾ അനുഗ്രഹം ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ജന്മമല്ലേ ധന്യധന്യം. നമ്മളെ കൊണ്ട് എന്ത് കാര്യം അല്ലേ? നമ്മുടെ ശരീരം മരിച്ചു കഴിഞ്ഞാലും ഒരാൾക്കും തിന്നാൻ കൊള്ളാത്തതാണ്. വല്ല കഴുകനോ കുറുക്കനോ തിന്നു, അല്ലെങ്കിൽ പുഴുവായിട്ട് തീരണം, പുഴുക്കളുടെ ഭക്ഷണമാകണം, അല്ലെങ്കിൽ മണ്ണോട് മണ്ണ് ചേരണം, ചാരമായി തീരണം. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോ ആരുടെ ജന്മമാണ് ധന്യം? ഇവരുടെ ജന്മമാണ് സർവപ്രാണി ഉപജീവനം യേഷാം ജന്മവരം. ഇവരുടെ ജന്മം വളരെ ശ്രേഷ്ഠം. അഹോ സുജനസ്യ ഇവ യേഷാം അർത്തിനഃ വിമുഖാഃ നായാന്തി വൈ. സുജനസ്യ ഇവ, സുജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? സജ്ജനങ്ങൾ തന്നെ. സജ്ജനങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം യാചിച്ചാൽ, അപേക്ഷിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് ആട്ടിവിടുന്നവരല്ല സുജനങ്ങൾ. സുജനങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ സമീപിച്ചവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ഇനിയിപ്പോ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും കടം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞിട്ടോ റെക്കമെൻഡ് ചെയ്തിട്ടോ എന്റെ കയ്യിലില്ല, അപ്പൊ നീയെങ്കിലും കൊടുക്ക എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും കൊടുക്കാൻ പോലും സന്നദ്ധരാകുന്നവരാണ് സുജനങ്ങൾ. അപ്പോ സജ്ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നാൽ യേഷാം അർത്തിനഃ, ആരുടെ അടുത്ത് ചെന്ന് അർത്ഥിക്കുന്നവർ, വിമുഖാഃ ന യാന്തി വൈ, വിമുഖരായിട്ട്, നിരാശരായിട്ട്, ന യാന്തി വൈ, പോകുകയില്ല.
അപ്പോൾ സജ്ജനങ്ങളുടെ അടുത്ത് ചെന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച കാര്യം എങ്ങനെയെങ്കിലും നടന്നിരിക്കും. അങ്ങനെയുള്ളവരാണ് സജ്ജനങ്ങൾ. അല്ലാതെ തൻ്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെയൊക്കെ ആട്ടിവിടുന്ന അല്ലെങ്കിൽ നുണകൾ പറഞ്ഞ് അകറ്റുന്ന ആളുകളൊന്നും സുജനങ്ങളല്ല. അപ്പോ ഈ വൃക്ഷങ്ങള് സുജനങ്ങളെ പോലെയാണ്, സജ്ജനങ്ങളെ പോലെയാണ് എന്നാ പറയുന്നത്. ആ വൃക്ഷങ്ങൾക്കുള്ള ഔദാര്യം, വിശാല മനസ്കത, ഇതൊക്കെ മനുഷ്യരായിട്ടുള്ള നമുക്കുണ്ടോ? നമ്മൾ പഠിക്കേണ്ടതല്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോ സുജനസ്യ ഇവ യേഷാം അർത്ഥിനഃ വിമുഖാഃ ന യാന്തി വൈ. അപ്പൊ ഭഗവാൻ നമ്മളെ യഥാർത്ഥ ഭക്തി എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. സർവഭൂതങ്ങളിലും ഈശ്വരനെ കാണുകയാണ് യഥാർത്ഥ ഭക്തി. അതിനുള്ള പാഠങ്ങളാണിതെല്ലാം. ഭഗവാൻ നമ്മളെ അംഗീകരിക്കണമെങ്കിൽ, നമ്മൾ ഭക്തന്മാരാണെന്ന് നമുക്ക് ഭഗവാൻ സമ്മതം തരണമെങ്കിൽ ഈ ഭഗവാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ ആവുന്നത്ര പ്രയോഗിക്കുകയും വേണം. പത്രപുഷ്പഫലച്ഛായാമൂലവൽക്കലദാരുഭിഃ ഗന്ധനിര്യാസഭസ്മാസ്തിതോക്മൈഃ കാമാൻ വിതന്വതേ. പത്രപുഷ്പഫലച്ഛായാമൂലവൽക്കലദാരുഭിഃ ഗന്ധനിര്യാസഭസ്മാസ്തിതോക്മൈഃ കാമാൻ വിതന്വതേ. വൃക്ഷങ്ങള് സ്വയം ഒരു സൂപ്പർ മാർക്കറ്റാണെന്നാ പറയണത്. ഓരോരുത്തർക്കും വേണ്ടത് അതൊന്ന് തെരഞ്ഞെടുക്കാം. എന്തൊക്കെയാണ് തരുന്നത്? കാമാൻ വിതന്വതേ, ആഗ്രഹിച്ച കാര്യങ്ങളെയെല്ലാം വിതരണം ചെയ്യുന്നു. എന്തൊക്കെയാ വിതരണം ചെയ്യുന്നത്? ഈ വൃക്ഷങ്ങളിൽ നിന്ന് പത്രങ്ങൾ, ഇലകൾ നമുക്ക് പ്രയോജനമുള്ളതാണ്. പുഷ്പങ്ങൾ, ഫലങ്ങൾ, ഛായ, നിഴല്, മൂലം, വേരുകള്, വൽക്കലം, ആ മരത്തിന്റെ തോലുകൾ പോലും നമുക്ക് ഉടുക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ദാരുഭിഹി, അതിന്റെ തടി വിറകായിട്ടും മറ്റ് വീടുപണികൾക്കും എല്ലാ പണികൾക്ക്, ഫർണിച്ചറുകൾക്ക്, കൊട്ടാരങ്ങൾ വരെ പണിയാനായിക്കൊണ്ട് ഒക്കെ ഈ ദാരുക്കളല്ലേ ഉപയോഗിക്കുന്നത്. പണ്ടുകാലത്ത് എന്തെല്ലാം നിർമ്മിച്ചിരുന്നു, പാലങ്ങൾ വരെ തടികളെ കൊണ്ട് നിർമ്മിച്ചിരുന്നു. അപ്പോ ആ ദാരുക്കൾ വെറും വിറക് മാത്രമല്ല അല്ലേ, പണിക്കുള്ള മരങ്ങളായിട്ട് തരുന്നു. അതുപോലെ ഗന്ധ നിര്യാസ ഭസ്മാസ്തിതോക്മൈഹി. അപ്പൊ ഗന്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ സുഗന്ധദ്രവ്യങ്ങൾ, വാസനാദ്രവ്യങ്ങൾ തരുന്നുണ്ട്. നിര്യാസം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ചാറ്, റബ്ബർ പാല് പോലെ അല്ലെങ്കിൽ മറ്റ് പല വൃക്ഷങ്ങളിൽ നിന്നുള്ള പാലുകളൊക്കെ നമുക്ക് സാമ്പ്രാണി മുതലായതും മട്ടിപ്പാൽ മുതലായതൊക്കെ അങ്ങനെയുള്ള പാലുകളാണ് ഗന്ധങ്ങളായിട്ട്. അതുപോലെ ഭസ്മം, അത് കത്തിച്ചാൽ കിട്ടുന്ന ചാരം പോലും നമുക്ക് പ്രയോജനമുള്ളതാണ്. അസ്ഥി എന്ന് പറഞ്ഞാൽ അതിന്റെ കാതല്, വൃക്ഷങ്ങളിലെ കാതലുകൾ എത്ര പ്രയോജനമുള്ളതാണ്. അതുപോലെ തോക്കുമം എന്ന് പറഞ്ഞാൽ അതിന്റെ തളിരുകൾ, തോക്കുമൈഹി, തളിരുകളെ കൊണ്ടും എങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഏതേത് ജീവജാലങ്ങൾക്കാണ്, മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവരാശികൾക്കും, ചെറുപ്രാണികൾക്കുള്ളതായിട്ടുള്ള തളിരുകൾ അല്ലെ. പല പ്രാണികളും ഈ വൃക്ഷങ്ങളിലെ ഇലകൾ ഭക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നത്, തളിരുകൾ ഭക്ഷിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ സർവാത്മന തന്റെ സർവസ്വവും കൊണ്ട് പരോപകാരത്തിനായിട്ട് തന്നെയാണ് വൃക്ഷങ്ങൾ ജീവിക്കുന്നത്. ഒരു സംശയവുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പത്രപുഷ്പഫലച്ഛായാമൂലവൽക്കലദാരുഭിഃ ഗന്ധനിര്യാസഭസ്മാസ്തിതോക്മൈ കാമാൻ വിതന്വതേ. അതുകൊണ്ട് വൃക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ അതിന്റെ അർത്ഥം തന്നെ. അപ്പോ എന്താ പറയുക, പ്രകൃതി സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, ഇതാണ് ഭഗവാന്റെ പാഠം അല്ലേ. ഭഗവാന്റെ പുറകെ നടന്നാൽ എല്ലാം പഠിച്ചെടുക്കാം. പ്രകൃതി മലിനീകരണത്തെ കാളിയ മർദ്ദനത്തിലൂടെ ഭഗവാൻ കാളിന്തിയെ സ്വച്ഛമാക്കി. ഇവിടെ പ്രകൃതി സംരക്ഷണത്തിന്റെ, വൃക്ഷങ്ങളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ ഭഗവാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ വേദങ്ങളിലും പുരാണ ഇതിഹാസങ്ങളിലുമൊക്കെ സമഗ്രമായ ജീവിത രീതികളെ തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അത് പഠിച്ചാൽ തന്നെ വേണ്ടതൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ളതെല്ലാം കിട്ടും.
അല്ലാതെ ആവശ്യമില്ലാത്ത കുറേ സിലബസും പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ലാത്ത അല്ലേ, ജീവിതത്തിൽ ഒരിക്കലും പ്രയോഗിക്കാത്ത എന്തൊക്കെയോ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ള പലതും ജീവിതത്തിൽ ഒരിക്കലും പ്രയോഗിച്ചിട്ടില്ലാത്ത സംഭവങ്ങളുണ്ട്. ഒക്കെ മറന്നേ പോയി പ്രയോഗിക്കാത്തത് കൊണ്ട് അല്ലേ, വെറുതെ തലപുണ്ണാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സിലബസൊക്കെ മാറ്റി മനുഷ്യർക്ക് ആവശ്യമുള്ള പ്രായോഗികമായിട്ടുള്ള പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കാനുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതിന് പറ്റിയ പാഠങ്ങളാണ് ഈ കഥകളൊക്കെ. പണ്ട് ഗുരുകുലങ്ങളിൽ ഒക്കെ കിട്ടുമായിരുന്നു. ഇന്നിപ്പോ എല്ലാം വേഷം കെട്ട് മാത്രമായിട്ട് മാറി. ഏതാവജ്ജന്മസാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണൈരർത്ഥൈർധിയാ വാചാ ശ്രേയ ഏവാചരേത് സദാ. ഏതാവജ്ജന്മസാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണൈരർത്ഥൈർധിയാ വാചാ ശ്രേയ ഏവാചരേത് സദാ. ഭഗവാൻ അതാണ് ഉപദേശിക്കണം. നോക്കൂ, ദേഹിനാം പ്രാണൈഹി അർത്ഥൈഹി ധിയാ വാചാ ദേഹിഷു ശ്രേയഃ ഏവ സദാ ആചരേത്. ഏതാവദേവ ഇഹ ജന്മസാഫല്യം. അപ്പൊ നമ്മുടെ ജന്മസാഫല്യം ഇതാണ്, ഇത്ര മാത്രമാണ്. ഏതാവദേവ ജന്മസാഫല്യം. ഏത് ദേഹിനാം, ഓരോ ദേഹികളും അവരുടെ പ്രാണൈഹി സ്വന്തം പ്രാണങ്ങളെ കൊണ്ടും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം, പ്രാണനെ വരെ ത്യജിക്കാനുള്ള സന്നദ്ധത ഉണ്ടാവണം. ഇപ്പൊ നമ്മുടെ പട്ടാളക്കാരൊക്കെ നോക്കൂ, പാവങ്ങൾ അതിർത്തികളിലും സംഘർഷഭരിത ദേശങ്ങളിലും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ വന്നിരിക്കുന്ന സ്ഥലങ്ങളിലും എല്ലായിടത്തും അവര് ചാടി വീഴുന്നു. അവരുടെ ദേഹത്തെ മറന്നുകൊണ്ട്, അവരുടെ പ്രാണനെ മറന്നുകൊണ്ട്, അവരുടെ ജീവിതത്തെ തൃണവൽഗണിച്ചുകൊണ്ട്, അവരുടെ വീട്ടിലുള്ള ഭാര്യ, മക്കള് അല്ലേ, അല്ലെങ്കിൽ അവരുടെ അമ്മമാര്, അച്ഛന്മാര്, ബന്ധുക്കള്, സുഹൃത്തുക്കള് എല്ലാവരെയും മറന്നുകൊണ്ട് ഇപ്പോ എന്റെ കർത്തവ്യം ഇതാണ് എന്നുള്ള ആ ഒരു ത്യാഗബുദ്ധിയോടുകൂടി അവര് സേവനം ചെയ്യുന്നത്. അവരുടെ പ്രാണനെ ത്യജിക്കുന്നില്ലേ, കണ്ടുപഠിക്കുക. അപ്പൊ ദേഹിനാം പ്രാണൈഹി അർത്ഥൈഹി, കയ്യിലുള്ള അർത്ഥം കൊണ്ട്, ധനം കൊണ്ടും ആവുന്നത്ര മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ധനത്തെ വിനിയോഗം ചെയ്യാനായിട്ട് കയ്യ് അയയാൻ പഠിക്കണം. ധിയ, ബുദ്ധി കൊണ്ട് ചിന്തിക്കണം മറ്റുള്ളവരുടെ നന്മയെ. വാച, വാക്കുകൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം, നല്ല വാക്കുകൾ പറയണം. ദേഹിഷു ശ്രേയഃ ഏവ സദാ ആചരേത്. അങ്ങനെ മറ്റു ദേഹികളുടെ നേരെ, എല്ലാ ജീവരാശികളുടെയും നേരെ, മനുഷ്യരുടെ മാത്രമല്ല മറ്റു ജീവരാശികളുടെ നേർക്കും ശ്രേയഃ ഏവ, ശ്രേയസ്കരമായ കാര്യങ്ങളെ, നന്മയെ തന്നെ സദാ ആചരേത്, എപ്പോഴും ആചരിക്കേണ്ടതാണ്. ഏതാവത് ഇഹ ജന്മസാഫല്യം, ഇതാണ് ജന്മത്തിന്റെ സാഫല്യം. നിങ്ങൾ ജനിച്ചു, ഈ ലോകത്തിന് നിങ്ങളെ കൊണ്ട് കൊടുക്കാവുന്ന ഫലം അല്ലേ. ഓരോ വൃക്ഷങ്ങൾ ഉണ്ടാകുന്നത്, നിങ്ങൾ വാഴ വെച്ചു, വാഴയിൽ നിന്ന് വാഴപ്പഴം കിട്ടിയില്ലെങ്കിൽ അത് സഫലം എന്ന് പറയില്ല. ഫലത്തോട് കൂടിയത് അല്ലേ, പഴത്തോട് കൂടിയതാവില്ല. വെറുതെ വാഴ വെച്ചു, വെറുതെ തെങ്ങ് വെച്ചു, തേങ്ങ കിട്ടിയില്ല. പക്ഷെ അവരൊക്കെ തേങ്ങയില്ലെങ്കിൽ പോലും മടലെങ്കിലും തന്ന് വിറക് കത്തിക്കാനുള്ള വിറകെങ്കിലും തരും. മറ്റു പല ഉപകാരങ്ങളുമുണ്ട്. നമ്മൾ ഈ ലോകത്തിന് എന്തെങ്കിലും ഫലം കൊടുക്കുന്നുണ്ടോ? അപ്പൊ നമ്മളെ കൊണ്ട് ലോകത്തിന് ഫലമുണ്ടാകുമ്പോഴാണ് സാഫല്യം എന്ന് പറയുക. നമ്മുടെ ജന്മം സഫലമായി, ആർക്കൊക്കെയോ പ്രയോജനം ഉണ്ടായി, ആരൊക്കെയോ നമ്മളെ അവരുടെ ചിന്തകളിൽ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോ അവരുടെ ലജ്ജ കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള വികാരങ്ങൾ കൊണ്ടോ ചിലപ്പോൾ നമ്മളോട് മുഖത്ത് നോക്കി പറഞ്ഞില്ല എന്ന് വരും. നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ അകന്നുപോയി എന്ന് വരും. പക്ഷെ അവരുടെ ഉള്ളില് നമ്മളെ കാണുമ്പോൾ ആ ഒരു കൃതജ്ഞതയും സങ്കോചവും ഉണ്ടാകും. നമ്മുടെ ഇന്ന് കടം മേടിച്ചതായിരിക്കും, തരാന്ന് പറഞ്ഞിട്ട് തരാൻ കഴിയുണ്ടാവില്ല.
നമ്മൾ കൊടുത്തത് കിട്ടിയാലാവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പലപ്പോഴും പലരും കൊടുക്കുക. കാരണം കടം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാതിരിക്കാം. ഇതാണ് ഇന്നത്തെ ലോകം. കിട്ടിയാൽ വരട്ടെ, കിട്ടിയില്ലെങ്കിൽ വേണ്ട. അപ്പോഴും ശത്രുതാഭാവമൊന്നും സൂക്ഷിക്കുന്നില്ല. അങ്ങനെ ആവണം. അപ്പൊ ഏതാവത് ജന്മസാഫല്യം. ഇത്ര മാത്രമാണ് ജന്മസാഫല്യം. അപ്പൊ ഭഗവാന്റെ ഉപദേശങ്ങളാണിത്. ഇതി പ്രവാളസ്തപക ഫലപുഷ്പദളോത്കരൈഹി തരുണാം നമ്രശാഖാനാം മധ്യേന യമുനാം ഗതഃ. ഇതി പ്രവാളസ്തപക ഫലപുഷ്പദളോത്കരൈഹി തരുണാം നമ്രശാഖാനാം മധ്യേന യമുനാം ഗതഃ. ഇതി ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രവാള സ്തപക ഫല പുഷ്പ ദളോത്കരൈഹി നമ്രശാഖാനാം തരുണാം മധ്യേന യമുനാം ഗതഃ. തരുണാം മധ്യേന, വൃക്ഷങ്ങളുടെ നടുവിലൂടെ നടന്ന് യമുനാ തീരത്തേക്ക്, യമുനാ നദിയിലേക്ക് ഗതഃ പ്രാപിച്ചു. അപ്പോ ഈ വൃക്ഷങ്ങൾ എങ്ങനെ നിൽക്കുന്നു? നമ്രശാഖകൾ, തലതാഴ്ത്തി ഭഗവാനെ നമസ്കരിക്കും പോലെ. അല്ലെങ്കിൽ ലോകരോടെല്ലാം വിളിച്ചു പറയുന്നതാ എടുത്തോളൂ. തല ഉയർത്തി ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പ്രയാസമായിരിക്കും. ഞങ്ങളുടെ കയ്യിലിതാ ഇത് ഈ ധനങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണ്, വരൂ വരൂ എടുത്തോളൂ എന്ന് പറയും പോലെ കൈനീട്ടി നമ്മുടെ താഴേക്ക് വന്ന് താഴ്ന്നു കിടന്ന് നമുക്ക് തരുന്ന പോലെയാണ് വൃക്ഷങ്ങള്. അവയിൽ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ താഴ്ന്നു കിടക്കുന്നത്. അതാണ് പ്രവാളങ്ങൾ എന്ന് പറഞ്ഞാൽ തളിരുകൾ, സ്തബകങ്ങൾ, പൂങ്കുലകൾ, ഫലങ്ങൾ, കായ്കൾ, പുഷ്പങ്ങൾ, ദളങ്ങൾ. അപ്പൊ ഇവരുടെ എല്ലാം ഉത്കരൈഹി സമൂഹൈഹി, എല്ലാ കൂട്ടത്തോടു കൂടിയിട്ട് നമ്രശാഖാനാം, ശാഖകൾ നമിച്ചിരിക്കുന്നു, താഴ്ന്നു കിടക്കുന്നു. അങ്ങനെയുള്ള വൃക്ഷങ്ങളുടെ മധ്യത്തിലൂടെ യമുനയെ പ്രാപിച്ചു. അപ്പൊ ഇതൊക്കെ താഴ്ന്നു കിടക്കുന്നത് കാണുമ്പോഴും ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കണ്ടോ, നോക്കൂ, നമ്മൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് താഴ്ന്നു തരണ കണ്ടോ. ഒന്നും ഞങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞ് തരില്ല എന്ന് പറഞ്ഞ് നമ്മളെ പോലെ മനുഷ്യരെ പോലെ ഒളിച്ചു വെക്കുന്ന പരിപാടി ഇല്ല ഈ വൃക്ഷങ്ങൾക്ക്. എല്ലാം താഴ്ത്തി തരികയാണ്. പിടിച്ചോളൂ, എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എടുത്തു കഴിയുമ്പോൾ അവരുടെ ഭാരം കുറഞ്ഞു, ഹാവൂ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെയാണ് റിലാക്സ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഭഗവാൻ യമുനാതീരത്തെ പ്രാപിച്ചു ഈ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ. തത്ര ഗാഃ പായയിത്വാപഃ സുമൃഷ്ടാ ശീതളാ ശിവാഃ തതോ നൃപസ്വയം ഗോപാഃ കാമം സ്വാദുപപുർജലം. തത്ര ഗാഃ പായയിത്വാപഃ സുമൃഷ്ടാ ശീതളാ ശിവാഃ തതോ നൃപസ്വയം ഗോപാഃ കാമം സ്വാദുപപുർജലം. തത്ര സുമൃഷ്ടാഃ ശീതളാഃ ശിവാഃ അപഃ. തത്ര യമുനായാം, അവിടെ യമുനാ നദിയില് സുമൃഷ്ടാഹ, സുമൃഷ്ടം നല്ല പരിശുദ്ധം എന്നർത്ഥം. മൃഷ്ടം എന്ന് പറഞ്ഞാല് ശുദ്ധമായത്. ശീതളാഹ നല്ല തണുപ്പുള്ളത്, ദാഹം തീർക്കാൻ വേണ്ടി തണുപ്പുള്ളതും. ശിവാഹ മംഗളകരമായത്, നമുക്ക് ആരോഗ്യത്തെ നൽകുന്നത്. അങ്ങനെയുള്ള അപഹ അപ്പുകളെ, ജലങ്ങളെ, ഗാഹാ പായിത്വ പശുക്കളെ കുടിപ്പിച്ചിട്ട്, തതഃ നൃപ അല്ലയോ രാജാവേ അനന്തരം, ഗോപാഹ സ്വയം സ്വാദുജലം കാമം പപുഹു, ഗോപന്മാരെല്ലാവരും അവർക്കും മതിയാവോളം സ്വാദുജലം ഇഷ്ടം പോലെ, കാമം എന്ന് പറഞ്ഞാൽ യഥാകാമം പപുഹു പാനം ചെയ്തു. അപ്പൊ ഈ നദികളിൽ നിന്നും പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇത് പറഞ്ഞത്. ഭഗവാൻ അതിനെക്കുറിച്ചും കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവും. നോക്ക്, ഈ നദികൾ നോക്ക്, നമുക്ക് എത്ര നല്ല വെള്ളം തരുന്നു, അമൃതമല്ലേ ഈ വെള്ളം, എത്ര ശുദ്ധമാണിത്. ഈ വെള്ളത്തെ നമ്മൾ കേടുവരുത്താൻ പാടുമോ? അല്ലേ, മനുഷ്യരായിട്ടുള്ള നമ്മൾ ഇതിനെ സംരക്ഷിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ഇതിൽ മാലിന്യങ്ങളൊക്കെ കൊണ്ടിട്ടിട്ട് നമ്മൾ ഇതിനെ നശിപ്പിക്കാൻ പാടുമോ? ഇത് അമൃത് പോലെ നമ്മൾക്കൊക്കെ ജീവനാണ്, ജീവജലമാണ്. നമുക്ക് മാത്രമല്ല, നോക്കൂ, നമ്മുടെ പശുക്കൾക്ക്, സകല പ്രാണികൾക്കും ഈ വെള്ളമല്ലേ വേണ്ടത്. എല്ലാവർക്കും പ്രാണനല്ലേ, എല്ലാവരുടെ ശരീരത്തിലും അല്ലേ, മനുഷ്യ ശരീരത്തില് 80% ജലം. അപ്പൊ ജലമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഓരോ ജീവജാലങ്ങളും ജീവിക്കുന്നത് ജലം കൊണ്ടാണ്. അപ്പൊ ഈ ജലാശയങ്ങളെ രക്ഷിക്കേണ്ടതാണ് എന്ന് ഭഗവാൻ പഠിപ്പിച്ചു കാണും.
എല്ലാം പറയാനായിട്ട് ഇവിടെ പറ്റില്ല. സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പാഠം എടുക്കാൻ വേണ്ടിയിട്ട്. തത്ര ഗാഃ പായിത്വാപ സുമൃഷ്ടാ ശീതളാ ശിവാഃ തതോ നൃപസ്വയം ഗോപാഃ കാമം സ്വാദുപഭുർജലം തസ്യാ ഉപവനെ കാമം ചാരയന്തഃ പശൂൻ നൃപ കൃഷ്ണരാമൗ ഉപാഗമ്യ ക്ഷുധാർത്താ ഇദമബ്രുവൻ. തസ്യാ ഉപവനെ കാമം ചാരയന്തഃ പശൂൻ നൃപ കൃഷ്ണരാമൗ ഉപാഗമ്യ ക്ഷുധാർത്താ ഇദമബ്രുവൻ. അങ്ങനെ തസ്യാഹ ഉപവനെ, തസ്യാഹ യമുനായാഹ, ആ യമുനാ നദിയുടെ ഉപവനത്തിൽ സമീപത്തിൽ ഉള്ള വനങ്ങളിൽ കാമം പശൂൻ ചാരയന്തഃ, യഥേഷ്ടം പശുക്കളെ ചരിപ്പിക്കുന്നവരായിട്ട് സഞ്ചരിപ്പിക്കുന്നവരായിട്ട് ക്ഷുധാർത്താഹ, അപ്പോഴേക്കും വിശപ്പ് വന്നു. ദാഹത്തിന് വെള്ളം ഇഷ്ടം പോലെ നദിയിൽ നിന്ന് കിട്ടി, പക്ഷെ വിശപ്പിന് ഭക്ഷണം തന്നെ വേണ്ടേ? അപ്പോ ആ വിശപ്പ് വന്നു ഉച്ചനേരമായപ്പോ. ക്ഷുധാർത്താഹ, ഹേ നൃപ, അല്ലയോ രാജാവേ, കൃഷ്ണരാമവും ഉപാഗമ്യ ഇതമബ്രുവന്, ആ ഗോപന്മാരെല്ലാരും കൂടി രാമകൃഷ്ണന്മാരുടെ അടുത്തേക്ക് വന്ന് സമീപിച്ചുകൊണ്ട് ഇതം അബ്രുവന്, ഇങ്ങനെ പറഞ്ഞു. രാമകൃഷ്ണന്മാരോട് ഇപ്രകാരം പറഞ്ഞു. അങ്ങനെ ഈ അധ്യായം ഇവിടെ പൂർത്തീകരിക്കണം. രാമകൃഷ്ണന്മാരോട് ഗോപന്മാര് പറയുന്നത് അടുത്ത അധ്യായത്തിലാണ്. ഹരി ഓം ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗോപീവസ്ത്രാപഹാരോ നാമ ദ്വാവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അപ്പൊ ആ രാമകൃഷ്ണന്മാരോട് ഗോപന്മാർ പറഞ്ഞ ആ ശ്ലോകം മാത്രം നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ഭഗവാൻ അവരോട് പറയാൻ പോകുന്നത് നാളെ കാണാം. ഗോപാ ഊചുഹു രാമ രാമ മഹാവീര്യ കൃഷ്ണ ദുഷ്ടനിബർഹണ ഏഷാ വൈ ബാധതേ ക്ഷുംനഃ തച്ചാന്തിം കർത്തുമർഹത. ഗോപാ ഊചുഹു രാമ രാമ മഹാവീര്യ കൃഷ്ണ ദുഷ്ടനിബർഹണ ഏഷാ വൈ ബാധതേ ക്ഷുംനഃ തച്ചാന്തിം കർത്തുമർഹത. അർഹതഃ. അപ്പോ ജ്യേഷ്ഠനായ രാമന്റെ പേര് ആദ്യം വിളിക്കുന്നു. അവരുടെ ദൈന്യത്തെ സൂചിപ്പിക്കുന്നതാണ് 2 പ്രാവശ്യമൊക്കെയുള്ള സംബോധന. രാമ രാമ, ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. ഞങ്ങളുടെ ദൈന്യം ഒന്ന് കാണൂ, വിശന്നുകൊണ്ട് വലയുന്നു ഞങ്ങൾ. അപ്പൊ വിശന്ന് വലഞ്ഞിരിക്കുന്നവർ ആര് വന്ന് ഭക്ഷണം ചോദിച്ചാലും നമ്മൾ നിഷേധിക്കരുത്. ഉണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ നോക്കണം. കുറച്ചു നേരം ഇരിക്കൂ, ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറയാനുള്ള സന്മനസ്സുണ്ടാവണം. ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള യാചനയാണ്. കാരണം ഭക്ഷണം വേണമെങ്കിൽ മാത്രമേ ആരും ചോദിക്കുള്ളൂ. മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി പല വേഷങ്ങളും പലരും കെട്ടാം ഇന്നത്തെ കാലത്ത്. അത് വേണമെങ്കിൽ നമുക്ക് പരീക്ഷിച്ച ശേഷം നല്ല ബോധ്യം വന്ന ശേഷം കൊടുത്താൽ മതി. പക്ഷെ ഭക്ഷണത്തിന് ആര് വന്ന് ചോദിച്ചാലും ഇല്ല എന്ന് പറയുന്നത് മര്യാദയല്ല, ധർമ്മമല്ല. അപ്പൊ ഭക്ഷണം ആര് വന്ന് ചോദിച്ചാലും വിശന്നിട്ടാണ് വരുന്നത്, പരമാവധി കൊടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല. കാരണം നമ്മൾ 3 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ട് എന്ന് പറയാം, അല്ലേ? അപ്പോൾ നമ്മൾ മരിച്ചൊന്നും പോയില്ല ഒരു നേരം കഴിച്ചില്ലെങ്കിൽ. കഴിക്കാതെ വിശന്ന് വരുന്ന ആളുകൾക്ക് കൊടുത്താൽ അവരുടെ ചിലപ്പോൾ ജീവനെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരും. അവർ ചിലപ്പോൾ എപ്പോൾ കഴിച്ചതാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവരുടെ വിശന്ന് വലഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഒരു നേരത്തെ കരുതി വെച്ചതാണ്, അതുകൂടി കൊടുക്കാം. അതിനാണ് നമ്മൾ ഭാഗവതത്തിലെ നവമസ്കന്ധത്തിലെ രന്തിദേവന്റെ കഥയൊക്കെ പഠിച്ചത്, അല്ലേ? ഇതൊക്കെ പഠിച്ചിട്ട് ജീവിതത്തിൽ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്ത് കാര്യം? ആ ഭാഗവതവും ഞാൻ പഠിച്ചു. ഞാൻ ഭാഗവത ജ്ഞാനഗംഗയുടെ എല്ലാ എപ്പിസോഡും വിടാതെ കേട്ടിട്ടുണ്ട്. എല്ലാം ഞാനിപ്പോ ഭാഗവതം തെറ്റാതെ വായിക്കാനും വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ തോന്നുകയും ചെയ്യും. അല്ലേ, കൃഷ്ണാത്മാനന്ദ സ്വാമിയുടെ ഭാഗവത ജ്ഞാനഗംഗ ഒരക്ഷരം വിടാതെ കേട്ടിട്ടുണ്ട്. നല്ല കാര്യമുണ്ടോ? അല്ലേ? രന്തിദേവന്റെ കഥയിൽ നിന്ന്
വേണ്ടത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, ഭഗവാൻ ഉപദേശിക്കുന്ന ഈ വക കാര്യങ്ങളിൽ നിന്നും വേണ്ടതൊന്നും ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ഭാഗവതം എത്ര കേട്ടിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഭാഗവതം നമ്മുടെ ഉള്ളിലൂടെ നമ്മളെ മാറ്റട്ടെ. നമ്മൾ ഭാഗവതത്തിലൂടെയല്ല പോണ്ടത്, ഭാഗവതം നമ്മുടെ ഉള്ളിലൂടെ പോകട്ടെ, അല്ലേ? പണ്ട് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞതാണ്. ഏതോ ഒരു അഹങ്കാരി അഭിമാനിയായിട്ടുള്ള ഒരാൾ ചിന്മയാനന്ദ സ്വാമിയുടെ അടുത്ത് എന്തോ സംവാദം ചെയ്യുമ്പോൾ, ഐ ഹാവ് ഗോൺ ത്രൂ മെനി ഗീതാസ് എന്നിങ്ങനെ പുളു പഠിക്കും പോലെ വലിയ പണ്ഡിതനാണെന്ന് മാനിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ഹാവ് ഗോൺ ത്രൂ മെനി ഗീതാസ്. ആരുടെയൊക്കെയോ ഗീതകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ചിന്മയാനന്ദ സ്വാമിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ നിങ്ങൾ ഗീതയിലൂടെയല്ല പോണ്ടത്, ഗീത ഷുഡ് ഗോ ത്രൂ യു എന്നാ പറഞ്ഞു. ഗീത നിങ്ങളുടെ ഉള്ളിലൂടെ പോകണം, ഗീത നിങ്ങളുടെ ഉള്ളിലൂടെ ഒഴുകണം, ഗീത നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യണം. അതല്ലെങ്കിൽ എത്ര ഗീത കേട്ടിട്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ നമുക്ക് ഈ കേൾക്കുന്നതിൻ്റെയൊക്കെ ഫലം നമ്മുടെ ജീവിതത്തിൽ മാറ്റമായിട്ടുണ്ടാവട്ടെ. മറ്റുള്ളവരുടെ വേദനകൾ തിരിച്ചറിയാൻ കഴിയട്ടെ. വിശക്കുന്നവരുടെ വിശപ്പിൻ്റെ ആ പീഡ എന്താണെന്ന് അറിയാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതായിട്ടുള്ള ഒരു വ്യഗ്രത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ആര് വീട്ടിലേക്ക് കയറി വരുമ്പോഴും ആദ്യം വെള്ളം കൊടുക്കുക, എന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്ന്, രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഏത് നേരത്താണെങ്കിലും ചോദിക്കാം, എന്തെങ്കിലും കഴിക്കാനെടുക്കട്ടെ, ഉള്ളതെടുക്കാം, അതിന് നാണമൊന്നും വേണ്ട, ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊടുക്കാം. എല്ലാ വീട്ടിലും എല്ലാ നേരവും സദ്യവട്ടമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമല്ല എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവർക്കും നല്ലോണം മടിയുണ്ട്. ദ്രവ്യങ്ങളില്ലാത്തത് കൊണ്ടല്ല, എല്ലാ ദ്രവ്യങ്ങളും ആവശ്യത്തിലധികം ഉണ്ട്. പക്ഷെ മടി കൊണ്ട് പലപ്പോഴും ആരും ഒന്നും ഉണ്ടാക്കാറില്ല. ചുരുങ്ങിയ കാര്യങ്ങളെ ഉണ്ടാക്കാറുള്ളൂ. അത് ഉള്ളത് കൊടുക്കുക. അപ്പോ ഗോപാ ഊജുഹു രാമ രാമ മഹാവീര്യ കൃഷ്ണ ദുഷ്ടനിബർഹണ ഏഷാ വൈ ബാധതേ ക്ഷുന്ന തച്ഛാന്തിം കർത്തുമർഹത. അല്ലയോ രാമ രാമ മഹാവീര്യ, മഹാവീര്യനാണല്ലോ അങ്ങ്. കൃഷ്ണ ദുഷ്ടനിബർഹണ, അല്ലയോ കൃഷ്ണ അങ്ങ് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നവനല്ലേ, ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവനുമാണ്. ഏഷാ ക്ഷുത് നഹ ബാധത്തെ, ഏഷാ ഈ ക്ഷുത്ത വിശപ്പ് നഹ ബാധത്തെ ഞങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുന്നു, ഞങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. തച്ഛാന്തിം കർത്തും അർഹത. ഇവിടെ അർഹത എന്നുള്ളത് ദ്വിവചനമാണ്. യുവാം അർഹത, ത്വം അർഹസി. ഒരാളായിരുന്നെങ്കിൽ അർഹസി, രണ്ടായതുകൊണ്ട് അർഹത. മൂന്നോ അധികമോ ആയിരുന്നെങ്കിൽ അർഹത, വിസർഗമില്ലാതെ. ഇവിടെ അർഹത എന്ന് പറഞ്ഞാൽ യുവാം അർഹത, നിങ്ങൾ രണ്ടുപേരും അതിന് കഴിവുള്ളവരാണ് എന്നാണ് ഇവിടുത്തെ അർഹത എന്ന് പറഞ്ഞാൽ. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വിശപ്പ് മാറ്റിത്തരാൻ സാമർഥ്യമുള്ളവരാണ്, രണ്ടുപേരും ശക്തന്മാരാണ്, വീര്യമുള്ളവരാണ്, മഹാവീരനാണ്, ദുഷ്ടനിബർഹനന്മാരാണ്. അപ്പൊ എവിടുന്നെങ്കിലും ഞങ്ങളുടെ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരാൻ, സമ്പാദിച്ചു തരാൻ പ്രാപ്തിയുള്ളവരാണ്. നിങ്ങൾ രണ്ടിൽ ആര് വിചാരിച്ചാലും സാധിക്കും, അതുകൊണ്ട് രണ്ടുപേർക്കും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും സംബോധന ചെയ്തുകൊണ്ട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് വിശക്കുന്നു, ക്ഷുത്തിനുള്ള ശാന്തി. അപ്പോൾ ഭഗവാൻ അതിന് മറുപടി പറയുന്ന കാര്യങ്ങളാണ് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് നാളെ രാവിലെ നോക്കാം. അവിടെയാണ് വിപ്രപത്നി അനുഗ്രഹം എന്നുള്ള ഭാഗം വരുന്നത്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.
ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാം. ഹരി ഓം.